വെൽക്കം ടു ഓൾ ഓഫ് യു സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യോളജിയുടെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 1-ലെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് പോകാം. അപ്പൊ സെക്കൻഡ് യൂണിറ്റില് ഫസ്റ്റ് വൺ ഫോർമലിസം ആൻഡ് സബ്സ്റ്റാൻറ്റിവിസം എന്നാണ് എന്റെ ഭാഗം പറയുന്നത്. ഫോർമലിസം ആൻഡ് substantivism. There are two different schools of thought in economic anthropology. Economic anthropology എന്ന് പറഞ്ഞതിന്റെ ഒരു രണ്ട് തോട്ട്സ് ആണ് ഫോർമലിസം ആൻഡ് സബ്സ്റ്റാൻറ്റിവിസം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിൽ ഡിഫൈൻ പറഞ്ഞേക്കുന്നത് കാൾ പൊളാനി എന്ന് പറഞ്ഞ ഒരാളാണ് ഡിഫൈൻ പറഞ്ഞേക്കുന്നത്. എക്കണോമിക്സ് ഫോർമൽ. Economy is a formal and economy informal and substantive terms thereafter. Substantivist formalist had come up with two schools thought, economic anthropology and sociology. ഈ സബ്സ്റ്റാൻറ്റിവിസ്റ്റ് ആയിട്ട് പറഞ്ഞ ഈ എന്താ പറയാ കാൾ പോനായി അല്ലെങ്കിൽ പോളനി എന്നാണ് കാൾ പോളനി. ഓക്കെ, അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം സബ്സ്റ്റാൻറ്റിവിസ്റ്റ് ഫോർമലിസ്റ്റ് ഹാഡ് കം അപ്പ് ടു സ്കൂൾസ് ആയിട്ടാണ് ഓഫ് തോട്ട് ദാറ്റ് എക്കണോമിക് ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജി. അപ്പൊ അതില് ഫോർമലിസം ഈസ് എ ലോജിക്കൽ വേ ഓഫ് തിങ്കിങ് എന്നാണ് പറയുന്നത്. ആരുടെ ബുക്കാണ്? ഈ പോളാനിയുടെ ബുക്കാണ്. ദിസ് ബുക്ക് ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ സേസ് ദാറ്റ് ഒറിജിൻ ഓഫ് തിയറീസ് ലൈസ് ഓൺ. ഇതെല്ലാം ബുക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. അപ്പൊ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ, എന്തെല്ലാം ട്രാൻസ്ഫോർമേഷൻ ആണ് ലോജിക്കൽ രീതിയിൽ തിങ്കിങ്ങിൽ പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് തിയറി സോർട്ടിങ് ചെയ്തപ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ട്. യൂറോപ്യൻ സിവിലൈസേഷൻ ഫ്രം പ്രീ ഇൻഡസ്ട്രിയൽ വേൾഡ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. യൂറോപ്യൻ സിവിലൈസേഷൻ, യൂറോപ്പിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾ, സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോ അവിടെ എന്തെല്ലാം വേൾഡിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, അതെന്താണ് പ്രൊഡക്ഷൻ മെത്തേഡിൽ ഉണ്ടാകുന്നത്, പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സോഷ്യൽ എക്കണോമിക് പോളിസീസിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഫോർമലിസം സബ്സ്റ്റാൻറ്റിവിസത്തിൽ പറഞ്ഞു പോകുന്നത്. അത് എക്കണോമിക് ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജിയില് ഫോർമലിസം അക്കോർഡിംഗ് ടു ദ വ്യൂസ് ഫോർമലിസ്റ്റ് ഫോർമൽ റൂൾസ്. എന്താണ് ഫോർമൽ റൂൾസ് ആണ് പറയുന്നത്. നിയോക്ലാസിക്കൽ എക്കണോമിക് തിയറി. ദർ വാസ് എ നിയോക്ലാസിക്കൽ എക്കണോമിക് തിയറി ഓഫ് ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റ് സൊസൈറ്റി. ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റ് സൊസൈറ്റി എന്ന് വെച്ചാൽ മുതലാളിത്ത കുത്തക കമ്പോളം മാർക്കറ്റ് സൊസൈറ്റീസ് ആൻഡ് ക്യാൻ എക്സ്പ്ലെയിൻ നേച്ചർ ആൻഡ് ഡൈനാമിക്സ് ഓഫ് നോൺ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സ്. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റ് സൊസൈറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ നേച്ചറും അതിന്റെ അതുപോലെ നോൺ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സ്. ഫോർമലിസം സ്റ്റേറ്റ്സ് ദാറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഫോർമലിസം സ്റ്റേറ്റ് ചെയ്യുന്നത് അതിന്റെ പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്. യൂണിവേഴ്സൽ ആൻഡ് നോൺ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആർ ലെസ് സിഗ്നിഫിക്കന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റ് എക്കണോമി. യൂണിവേഴ്സലിൽ എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്. മുതലാളിത്ത രാജ്യങ്ങളുണ്ട്, മുതലാളിത്ത സാമ്പത്തികം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തികം. അപ്പൊ നോൺ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആണ് അവിടെ പറഞ്ഞത്. നോൺ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആണ് പറഞ്ഞു പോകുന്നത്. അവിടെ ലെസ് സിഗ്നിഫിക്കന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റ് എക്കണോമിയുടെ പ്രിൻസിപ്പിൾസ് കുറവാണ്. അവിടെ എന്താണ് മുതലാളിത്ത സാമ്പത്തികത്തിനാണ് കൂടുതൽ ഫോർമാറ്റ്. അതാണ് ഫോർമലിസം. പ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എക്കണോമി എന്ന് പറഞ്ഞു പോകുന്നത് സ്റ്റഡി ഇമ്പാക്ട്. എന്തെല്ലാം ഇമ്പാക്ട് ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ചെയ്തപ്പോ ഇംഗ്ലണ്ടില് ഡ്യൂറിംഗ് ഇയർലി 19th century ആൻഡ് റിമൈനിങ് ഇൻഡസ്ട്രിയലൈസേഷൻ വേൾഡ്. കൽപോനി അല്ലെങ്കിൽ പൊളാനി എന്നാണ് പേര് പറയാം. പൊളാനി said that market capitalism had commodified and commercialized all goods and services in terms of single stand of money. ഈ പൊളാനി എന്ന് പറഞ്ഞ ആള് മാർക്കറ്റ് ക്യാപിറ്റലിസം, എന്താണ് ക്യാപിറ്റലിസം, മാർക്കറ്റ് ക്യാപിറ്റലിസം മോഡിഫൈ ചെയ്ത് കമേഴ്ഷ്യലൈസ് ചെയ്ത് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ടേംസ് ആൻഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് ഓഫ് മണി. ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ഓഫ് മണിയിൽ അയാൾ എന്ത് ചെയ്തു, ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് കമേഴ്ഷ്യൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പ്രീ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി വാസ് നോട്ട് മോണിറ്റൈസ്ഡ് ആൻഡ് കമോഡിറ്റൈസ്ഡ് വാസ് കവേർഡ് ബൈ സോഷ്യൽ റിലേഷൻഷിപ്പ്. ഈ പ്രീ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിനെ വാസ്റ്റിനോട് ഒരിക്കലും എന്തില്ല, മോണിറ്റൈസ് ചെയ്തില്ല, കമോഡൈസ് ചെയ്തില്ല. കാരണം എന്താണ്, കവേർഡ് ബൈ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാതെ ഇരിക്കാനുള്ള മാക്സിമം ഉള്ളതാണ് എന്ത് പ്രീ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തില്ല, ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഇല്ല, ഇൻഡസ്ട്രിയൽ നോംസ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കുത്തക കമ്പോളം, ഒരു വാല്യൂവിൽ തന്നെ എല്ലാം പോകുക, അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതാണ് അതിൽ പറഞ്ഞു പോകുന്നത്. അയാൾ പറഞ്ഞ പോനായി എന്ന് പറഞ്ഞ ആള്, പൊലാനി എന്ന് പറഞ്ഞ ആള് സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ്, സ്വന്തമായിട്ട് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു പോകുന്നത്. says that industrial revolution and the 19th century has produced the thinkers and the theory of market liberalism has been developed by them. പൊളാനി എന്ന് പറഞ്ഞ ആള് അല്ലെങ്കിൽ പൊളാനി says that industrial revolution 19th century industrial revolution, ഹരിത വിപ്ലവം, industrial revolution means ഹരിത വിപ്ലവം എന്നൊക്കെ ഉദ്ദേശിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ റെവല്യൂഷൻസ് ഒക്കെ ഉണ്ടാവൂലേ, അത്
ഗ്രീൻ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഹരിത വിപ്ലവം, ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയുമായിട്ട് എന്താ പറയുക, ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ അറിയാലോ ബിസിനസ് സംരംഭം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇത്, അതിന് നമുക്ക് കൃത്യമായ നെയിം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള 19th century ഹാസ് പ്രൊഡ്യൂസ്ഡ് തിങ്കേഴ്സ് ആൻഡ് തിയറി ഓഫ് മാർക്കറ്റ് ലിബറലിസം ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ ദം. അവിടെ പ്രൊഡ്യൂസ്ഡ് കുറെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ആ പ്രൊഡ്യൂസ്ഡ് തിങ്കേഴ്സ് ചെയ്തു, തിയറി ഓഫ് മാർക്കറ്റ് ലിബറലിസത്തിനെ കുറിച്ച് തിങ്കിങ് ചെയ്തു, അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്തു. The chief belief that all economics should be subordinated self-regulative markets. അപ്പൊ ഈ ഇതിന് പ്രകാരമായിട്ട് ഈ എല്ലാ എക്കണോമിക്സുകളും എല്ലാവരും കൂടി ചെയ്ത് ഷുഡ് ബി ഒരു സബോർഡിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്കൊരു അസറ്റ് അല്ലെങ്കിൽ ഒരു നമ്മളറിയാലോ ഒരു ചീഫ് ഉണ്ടാവും, അതിന്റെ കീഴിൽ സബോർഡിനേറ്റ് ഉണ്ടാവും, എക്കണോമിക്സിന് വേണ്ടി അതനുസരിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണ് സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ്സ് ആക്കി സ്വന്തമായി റെഗുലേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഉണ്ടാക്കാനാണ് നോക്കിയത്. ഓക്കെ, അക്കോർഡിംഗ് ടു ആദം സ്മിത്ത്. ആദമാണ് എന്താണ് ഫാദർ ഓഫ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി. ആരാണ് അത്? ആദം സ്മിത്ത് ആരാണ്? ഫാദർ ഓഫ് ക്ലാസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമിയുടെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ആദം സ്മിത്ത് ആണ്. ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ്, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസിനെ കുറിച്ച് പറഞ്ഞതിരുന്നതും അല്ലെങ്കിൽ ഓൾ വിൽ വർക്ക് ആസ് ഇൻവിസിബിൾ ഹാൻഡ് ഇൻ റെഗുലേഷൻ ഓഫ് മാർക്കറ്റ്. ഈ വർക്കുകളെല്ലാം ഇൻവിസിബിൾ ആണ് അല്ലെ. ഡിമാൻഡ് ആൻഡ് സപ്ലൈസ് എന്ന് പറയുന്നത്, സപ്ലൈ ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. സോ ഇതൊക്കെ ഇൻവിസിബിൾ ആണ്, ഈ വർക്കുകൾ ഇൻവിസിബിൾ ആണെന്നും അത് ഹാൻഡ് ഇൻ റെഗുലേറ്റിംഗ് മാർക്കറ്റ്, മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള ഹാൻഡിങ് പവർ ഏതാണ്? ഡിമാൻഡ് സപ്ലൈനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളാണ്. അതിലെന്താണ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അയാളെ നമ്മൾ എന്ത് വിളിക്കുന്നു? അക്കോർഡിംഗ് ടു ആദം സ്മിത്തിനെ നമ്മൾ എന്ത് പറയുന്നു? ഫാദർ ഓഫ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഓക്കെ, അത് ഒരുപാട് നിർത്തിപ്പോണ്ട്. അപ്പൊ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പോവാട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ആഫ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായിരുന്നു. എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ 1930s 1929 വന്നു. അതിൽ ഡിപ്രഷൻ വന്നു 1930s. യുണൈറ്റഡ് സ്റ്റേറ്റിലാണ് ലേസസ് ഫെയർ തിയറി എന്ന് പറയും. അതിനെ എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാഡ് ഡിമോളിഷ്ഡ് ഫ്രീ മാർക്കറ്റ് എക്കണോമി. ഫ്രീ മാർക്കറ്റ് എക്കണോമിനെ പറയുന്ന പേരാണ് ലൈസസ് ഫെയർ. ഇറ്റ് ഹാഡ് ഫോഴ്സ്ഡ് ഇന്റർവെൻഷൻ ഓഫ് ദ US ഗവൺമെന്റ്. ഇന്റർവെൻഷൻ ഫോഴ്സ് ചെയ്തത് ആരാണ്? US ഗവൺമെന്റ്. ദ ഫോം ഓഫ് മാസീവ് സ്പെൻഡിങ് ഇൻ ഓർഡർ ടു റിവൈവ് ദ എക്കണോമി. മാസീവായിട്ട് സ്പെൻഡ് ചെയ്തു, അതിനുവേണ്ടി US ഗവൺമെന്റ് മാസീവ് സ്പെൻഡിങ് നടത്തി ഇൻ ഓർഡർ ടു ഈ എക്കണോമിനെ റിവൈവ് ചെയ്തു പോകും. US പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, അന്ന് US പ്രസിഡന്റ് ആയിരുന്നു ആര്? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഹാസ് കമന്റഡ് ദാറ്റ് സെയിം മാൻ, ഒരേ രീതിയിൽ, who tells you that does not want to see the government interfere business and he means to plenty of good reasons saying so. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. എന്താണ്? ഒരു ഗവൺമെന്റ് പ്രൊഹിബിറ്ററി താരിഫ് ഉണ്ടായിരുന്നു പ്രൊഡക്റ്റിന്. അതിനു വേണ്ടി വാഷിംഗ്ടണിൽ ഫസ്റ്റ് ഗോ ടു ദ ആസ്ക് ദ ഗവൺമെന്റ് ഫോർ പ്രൊഹിബിറ്ററി താരിഫ് ഓൺ ഹിസ് പ്രൊഡക്റ്റ്. ഒരു ഗവൺമെന്റിന്റെ ഒരു താരിഫ്, പ്രൊഹിബിറ്ററി താരിഫ് ഉണ്ടായിരുന്നു അതിന് പ്രൊഡക്റ്റുകൾക്കെല്ലാം. അപ്പൊ അതനുസരിച്ചിട്ടാണ് എന്താണ് ഗവൺമെന്റിന്റെ ഇന്റർഫിയർ ചെയ്തിട്ടല്ല മാർക്കറ്റ് അല്ലായിരുന്നു. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു? ഹു ടെൽസ് യു ദാറ്റ് ഡസ് നോട്ട് വാണ്ട് ടു സീ. നമ്മൾ ഒരിക്കലും എന്താണ് ഗവൺമെന്റ് ഇന്റർഫിയർ ബിസിനസ് ആൻഡ് ഹി മീൻസ്. അപ്പൊ പ്ലെന്റി ഓഫ് ഗുഡ് റീസൺ. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റിന്റെ ആസ്ക് അനുസരിച്ചിട്ട് അല്ലായിരുന്നു പോയിരുന്നത്. അതിന് ശേഷം എന്ത് ചെയ്തു? ഗവൺമെന്റ് ആസ്ക് അനുസരിച്ച് അവരുടെ ഒരു പ്രൊഹിബിറ്ററി താരിഫ് ഉണ്ടാക്കി, അങ്ങനെയാണ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. അറ്റ് ദാറ്റ് ടൈം പീപ്പിൾ were seeking government protection or protect their own interest, whereas the government has meant only for protecting the rights of personal freedom and private property of all citizens. അപ്പൊ ആ സമയത്താണ് അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് വന്നപ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അതിനനുസരിച്ചിട്ടുണ്ട് പ്രൊട്ടക്ട് ദോർ ഓൺ ഇൻട്രസ്റ്റ്, ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് എന്താണ് whereas the government has meant only protecting the rights, അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശം പ്രൊട്ടക്ട് ചെയ്തു. അതുപോലെ തന്നെ പേഴ്സണൽ ഫ്രീഡം കൊടുത്തു. ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, എല്ലാവർക്കും ഓൾ സിറ്റിസൻസ്, ആ രാജ്യത്തിലുള്ള എല്ലാ സിറ്റിസൻസിനും എന്ത് ചെയ്തു? പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കും അതുപോലെ ഫ്രീഡം റൈറ്റേഴ്സ്, ഫ്രീഡം അതായത് സ്വതന്ത്രമായി ജീവിക്കാനും സ്വന്തമായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാക്കാനും അതിനനുസരിച്ച് ഇത് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് ഓഫ് കൊടുത്തു. ഇതാണ് ഇൻ ദിസ് കണക്ഷൻ പൊളാനി സേസ് ദാറ്റ് ലേസസ് ഫെയർ വാസ് പ്ലാൻഡ്, പ്ലാനിങ് വാസ് നോട്ട്. ഈ പൊളാനി സേസ് ദാറ്റ് ഇതിനൊരു കണക്ഷൻ, ദിസ് കണക്ഷൻ, ഇതിൽ കണക്ഷൻ എന്നുണ്ട്. പൊളാനി സേസ് ദ ലേസസ് ഫെയർ, പൊളാനി സേസ് ചെയ്തു, ലേസസ് ഫെയർ വാസ് പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ എന്താണ് ഇതൊരിക്കലും പ്ലാനിങ് വാസ് നോട്ട് കറക്റ്റ് ആയില്ല എന്നായിരിക്കും, പ്ലാനിങ് നോട്ട് ആയില്ല എന്ന് പറഞ്ഞത്. ഇൻ ഫോർമൽ തിയറി, ഫോർമൽ എക്കണോമി, പീപ്പിൾ ബിഹേവ് ഇൻ വേ അച്ചീവ് മാക്സിമം ഗെയിൻസ് ഇൻ ടേംസ് ഓഫ് മണി. പീപ്പിൾ ഈ ഫോർമൽ എക്കണോമിയില് ജനങ്ങള് എന്താണ് മാക്സിമം ഗെയിൻ ആണ്, ടേംസ് ഓഫ് മണി ഗെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്, ടേംസ് ഓഫ്. ആൻഡ് ദിസ് മീൻസ് and relationship is based in the idea of choice between
scarce means, അതായത് ഇത് in the terms of money, and this means ഇത് means ചെയ്യുന്നത് means in relationship is based on the idea of choice. നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് between scarce means നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് ആ കാര്യം പ്രിഫേർഡ് എൻഡിൽ എത്തിപ്പെടാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് മാക്സിമം ഗെയിൻ ചെയ്യാനുള്ള, പ്രോഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചും അതിനുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവര് പിന്നെ എന്ത് ചെയ്യുള്ളൂ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഡെഫിനറ്റ് സിറ്റുവേഷനിൽ ചോയ്സ് ചെയ്ത് അവരെ അതനുസരിച്ച് യൂസ് ചെയ്യാനും അങ്ങനെ അവരെ ഇൻസഫിഷ്യൻസി ആയിട്ടുള്ള മീനിങ്, അതായത് ഇതിൽ പറഞ്ഞ ഡെഫിനറ്റ് സിറ്റുവേഷൻ ഓഫ് ചോയ്സ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് യൂസസ്. അതായത് ഒരു ഡെഫിനറ്റ് സിറ്റുവേഷൻ ഉണ്ടാവും, പല ചോയ്സ് ഉണ്ടാവും, നമുക്ക് അതിന് പല തരത്തിലുള്ള യൂസസ് ഉണ്ടാവും. ഓഫ് മീൻസ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻഡ് ഇൻസഫിഷ്യൻസി ഓഫ് ദിസ് മീൻസ്. ഇതിന്റെ മീൻ ചെയ്യുന്നത്, ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇൻസഫിഷ്യൻസി എന്നാണ്. ഇൻസഫിഷ്യൻസി, നമുക്ക് ഇൻസഫിഷ്യൻസി ഇല്ലായ്മ, അതിനും കൂടി മീൻ ചെയ്താണ് ആ പോയിന്റ് ഓഫ് വ്യൂ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ക്ലാസിക്കൽ തിയറികളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ ഒരുപാട് തിയറികൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ ഗ്ലാൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഏതൊക്കെ തിയറികൾ, ഐസസ്ഫെയർ തിയറി കൊണ്ടുവന്നു, വെൽത്ത് നേഷൻ കൊണ്ടുവന്നു, ആരാണ് പൊളിറ്റിക്കൽ എക്കണോമി ആദം സ്മിത്ത് കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. പിന്നെ എന്താണ് ഈ സബ്സ്റ്റാൻറ്റിവിസ്റ്റ് സ്കൂൾ ഓഫ് എക്കണോമിക് ആന്ത്രപ്പോളജി ബേസ്ഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്കണോമിക് ആന്ത്രപ്പോളജി പറയുന്നത്, എക്കണോമിക് ആന്ത്രപ്പോളജി എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇതിനെ കുറിച്ച് പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞോണ ഇതാണ് കേട്ടോ. ഒരു വേർഡാണ് ആന്ത്രപ്പോളജി എന്ന് വെച്ചാൽ മനുഷ്യരെ കുറിച്ച്. ആന്ത്രപ്പോളജി ഹ്യൂമണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. പിന്നെ എന്താണ് നമ്മുടെ ഇവിടെ ഇപ്പത്തെ ഹ്യൂമൻ നേച്ചർ ഒക്കെ വന്നത്, നല്ല നേച്ചർ വന്നില്ലേ കുറെ കഴിഞ്ഞപ്പോ. അപ്പൊ അതൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള ഒരുപാട് ആളുകളും എക്കണോമിസ്റ്റുകളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയത് അല്ലെ. അപ്പൊ ഒരുപാട് തിയറികൾ അവർ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് നമുക്ക് സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ്സ് ഉണ്ടായി. അക്കോർഡിംഗ് ടു പൊളാനി ആൻഡ് നോ സൊസൈറ്റി ക്യാൻ നാച്ചുറലി ലീവ് ഫോർ എനി പീരീഡ്. അതായത് സൊസൈറ്റിയിലുള്ളിൽ നമുക്ക് നാച്ചുറലി ജീവിക്കാൻ പറ്റാത്ത കാര്യത്തിൽ അതൊക്കെ ഇല്ലാതെയാക്കി സാമ്പത്തിക രംഗങ്ങൾ അതനുസരിച്ച് മെച്ചപ്പെടുത്താനൊക്കെ ഇവര് എക്കണോമിസ്റ്റുകൾ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി എംബഡഡ്നെസ് ആൻഡ് സബ്സ്റ്റാൻറ്റീവ് എക്കണോമി എന്ന് പറഞ്ഞ പൊളാനി സേസ് ദാറ്റ് ഹ്യൂമൻ എക്കണോമി വാസ് ഓൾവേസ് എംബഡഡ് ഇൻ സൊസൈറ്റി ബിഫോർ 19th സെഞ്ചുറി ആൻഡ് ഇറ്റ്സ് സബ്സ്റ്റാൻറ്റീവ് എക്കണോമി. 19th സെഞ്ചുറിയിൽ സബ്സ്റ്റാൻറ്റീവ് എക്കണോമി മുമ്പ് ഉണ്ടായിരുന്ന സബ്സ്റ്റാൻറ്റീവ് എക്കണോമിയിൽ നിന്ന് പൊളാനി ഹ്യൂമൻ എക്കണോമി ഓൾവേസ് എംബഡ് ചെയ്തു എന്നാണ് സൊസൈറ്റിയിൽ. അപ്പൊ ഹ്യൂമൻ എക്കണോമി ഇസ് എംബഡഡ് ഇൻ എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹ്യൂമൻ എക്കണോമിയുടെ എംബഡ് ചെയ്തപ്പോൾ എക്കണോമിക് ആയിട്ടുള്ളതും നോൺ എക്കണോമിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തു. അതിന് എന്താണ് വെരി സിഗ്നിഫിക്കന്റ് റോൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഐഡിയ ഓഫ് എംബഡ്നെസ് ഗോസ് അഗെയിൻസ്റ്റ് ദ വ്യൂസ് ഓഫ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. ഈ ഐഡിയ കൊണ്ടുവന്നത് വ്യൂസ് ഓഫ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളാണ് ഇതിനെ ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി അതിനനുസരിച്ചിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരികയൊക്കെ ചെയ്തതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഓൾവേസ് സബോർഡിനേറ്റ് ടു പൊളിറ്റിക്സ്, റിലീജിയൻ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്, അതൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. സബോർഡിനേറ്റിന്റെ പൊളിറ്റിക്സും രാഷ്ട്രീയ പ്രകാരം റിലീജിയൻ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ ഇതില് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അതിൽ പറഞ്ഞു പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടി ഒരുപാട് പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും പോയിന്റ് ഓഫ് വ്യൂ പോകണ്ട, കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോവാട്ടാ. അങ്ങനെ ഇനി പറയാനുള്ളത് ധൻധർമ്മ, റെസിപ്രോസിറ്റി അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ടു ഷോ സ്ട്രക്ചേഴ്സ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ സൊസൈറ്റി. അതില് നമ്മൾ ഒരു പ്രൊഡക്ഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും ഗുഡ്സ് ഡിസ്ട്രിബ്യൂഷൻ സൊസൈറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതാണ് റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ഇത് റെസിപ്രോസിറ്റി ഫോം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. റെസിപ്രോസിറ്റി ഫോം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ദർ ഇസ് എ മ്യൂച്വൽ സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ. ഒരു മ്യൂച്വൽ സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ ആണ് ഓഫ് ഹെൽപ്പിംഗ് ഓർ ഷെയറിംഗ് ആൻഡ് ദ പീപ്പിൾ ആൻഡ് ദ സെയിം ഫാമിലി ആൻഡ് ക്ലാൻ എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദർ ഇസ് എ മ്യൂച്വൽ സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ. ഒരു മ്യൂച്വൽ സെൻസ് ഉണ്ടാവുമല്ലോ, മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഷെയറിംഗ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ സെയിം ഫാമിലി, ഒരു ഫാമിലി തന്നെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക കാര്യങ്ങളും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇത് തന്നെയാണ് ഈ സംഭവം പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ അതാണ് അതിൽ പറഞ്ഞു പോകുന്നത്. ഇനി ദാൻധർമ്മ ഇൻ ഇന്ത്യ കേസ് സ്റ്റഡി ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് മാർസൽ മോസ് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. മാർസൽ മോസ് ഇൻ ദിസ് ബുക്ക് ഓഫ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ബുക്ക് കൊണ്ടുവന്ന ആളാണ് മാർസൽ മോസ്. അയാൾ എന്താണ് പ്രൊവൈഡ് സം പ്രീ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, പ്രൊവൈഡ് ചെയ്തത് പ്രീ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയാണ്. മുമ്പുള്ള പ്രീ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വിച്ച് ഹാഡ് റെസിപ്രോസിറ്റി അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഫോം ഓഫ് സർക്കുലേഷൻ. അയാൾ കൊന്ന ഏത് രീതിയിലുള്ള റെസിപ്രോസിറ്റി അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഫോം എങ്ങനെ, സർക്കുലേഷൻസ് എങ്ങനെയാണെന്നുള്ള ഫോം ചെയ്യാൻ കൊണ്ടുവന്നാണ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ആ ബുക്ക് കൊണ്ടുവന്നത്. He says that there are evidences of substantiate indices
3 moral obligation, give, receive and reciprocal, gift and gift economy എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. He mentions that about the theory. Then dharma means law of gift ആണ്. ധനധർമ്മ എന്ന് വെച്ചാൽ ധനധർമ്മ എന്ന് വെച്ചാൽ law of gift എന്നാണ് പറഞ്ഞത്. applicable of the Brahmins, അത് applicable ചെയ്തിരിക്കുന്നത് ബ്രാഹ്മിൻസിലാണ്. and extracted from the Mahabharata epic in India. ഇത് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ മഹാഭാരത എപ്പിക് ഇൻ ഇന്ത്യ, അതായത് വേദിക് ഇന്ത്യ എന്ന് പറയില്ലേ, മറ്റേ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എക്കണോമി. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എക്കണോമി എന്ന് വെച്ചാൽ ഒന്നിന് പകരം വേറൊന്ന് കൊടുക്കുന്ന സാമ്പത്തിക രംഗങ്ങളെ, അതായത് പകരം വേറൊന്ന്, അങ്ങനെയുള്ള ഇത് കൊണ്ടുവന്നത് ആ പിക്ചർ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് മഹാഭാരത എപ്പിക് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ്. യൂസ് ദ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എക്കണോമി ഇൻ വേദിക് ഇന്ത്യ. വേദിക് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ വേദം, സാമവേദം, നജുർവേദം എന്നൊക്കെ പറഞ്ഞ കുറെ വേദങ്ങൾ നമുക്ക് പഠിക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ആ സമയത്താണ് ഇത് ഈ എക്സ്ചേഞ്ച് എക്കണോമി ഉണ്ടായിരുന്നു, ഉപയോഗിച്ചിരുന്നത്. He says that Mahabharata is a story practice exchange in different tribal societies. ഈ സേസ് ഇത് എന്താണ്, മഹാഭാരത സ്റ്റോറിയിൽ നമ്മൾ ഇത് ക്ലിയർ ചെയ്ത് പറയുന്നുണ്ട്. പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഡിഫറെന്റ് ട്രൈബൽ സൊസൈറ്റി. പ്രാക്ടീസ് എക്സ്ചേഞ്ച് ചെയ്തത് എവിടെയാണ്? ട്രൈബൽ സൊസൈറ്റിയിലാണ്. ട്രൈബൽ സൊസൈറ്റി ആദിവാസികൾ പോലെയുള്ള ട്രൈബൽ സൊസൈറ്റീസ്, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. ഗിവ് ഫോമിങ് സോഷ്യൽ സ്റ്റാറ്റസ്. അത് അങ്ങനെ അവിടെ എന്താണ്, ഏതൊരു ഗിഫ്റ്റ് ആയിട്ടാണ് അത് കൊടുക്കുന്നത്, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, അഡീഷണൽ ഫാക്ടേഴ്സ് കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓൾസോ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നോട്ട് ആക്ച്വലി 2 ഡിഫറെന്റ് സ്പിയേഴ്സ് ഓഫ് എക്കണോമി. ഇതിൽ എപ്പോഴും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒരിക്കലും ആക്ച്വലി 2 ഡിഫറെന്റ് സ്പിയേഴ്സിലല്ല എക്കണോമിയിൽ പോകുന്നത്. ലിമിറ്റേഷൻ ഇസ് ഓൾസോ വിസിബിൾ ഇൻ ദ വർക്ക്സ്. കുറച്ച് ലിമിറ്റേഷൻസ് നമ്മൾ എന്താണ് വിസിബിൾ ആണ് ഇതിൽ. അതായത് മാസ് എക്കണോമിക് തിയറി അല്ലെങ്കിൽ മോസ് കൊണ്ടുവരുന്ന ഗിഫ്റ്റ് എക്സ്ചേഞ്ച് തിയറിയിൽ കുറച്ച് സിറ്റുവേഷൻ ലിമിറ്റേഷൻസും വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അബൌട്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ മെൻഷൻഡ് മഹാഭാരത എപ്പിക്. അത്രേ ഉള്ളൂ, അതിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. അടുത്തത് ക്രിട്ടിക് ഗിഫ്റ്റ് എക്സ്ചേഞ്ച്. ഒരു ക്രിട്ടിക് ഓഫ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച്. ദ 3 elements of the gift exchange economy given mass obligation. മോസിലെ ഒബ്ലിഗേഷൻ ടു ഗീവ്, റിസീവ് ആൻഡ് റെസിപ്രോസിക്കേറ്റ് ആണ് പറഞ്ഞത്. ആർ നോട്ട് ദെയർ ആർ ദ ഇന്ത്യൻ കേസ്. ഇത് ഒരിക്കലും ഇന്ത്യൻ കേസിൽ ആപ്ലിക്കബിൾ അല്ല. ദ ബ്രാഹ്മിൻസ് ഹാവ് നോ ഒബ്ലിഗേഷൻ ടു ഗീവ് ബട്ട് ഓൺലി ഒബ്ലിഗേഷൻ ടു റിസീവ്. ബ്രാഹ്മിൻസ് ഒരിക്കലും ഒബ്ലിഗേഷൻ ഹാവ് ചെയ്യില്ല. അവരെന്താണ് ഒബ്ലിഗേഷൻ എല്ലാം ഒബ്ലിഗേഷൻ റിസീവ് സ്വീകരിക്കുകയുള്ളൂ, ബട്ട് ഓൺലി ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. അവർ മാത്രമായിരുന്നു വലിയ ഇത്. അപ്പൊ എല്ലാവർക്കും തുല്യ നീതി, തുല്യ അവകാശം എന്നൊക്കെ പറഞ്ഞ കുറെ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വേണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആവുള്ളൂ. അപ്പൊ there are kshatriyas have no obligation to receive but only to give എന്നാ പറഞ്ഞത്. അതായത് ക്ഷത്രിയാസ് വന്നപ്പോ ഒരു ഒബ്ലിഗേഷൻസും ഇല്ല, ടു റിസീവ് ബട്ട് ഓൺലി ടു ഗീവ്, റിസീവ് ചെയ്യുക ബട്ട് ഓൺലി ടു ഗീവ്, കൊടുക്കുക, അങ്ങനെ വാങ്ങലോ കൊടുക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. തോമസ് ട്രോട്ട്മാൻ ഹാസ് സെഡ് ദാറ്റ് ഇൻ ദ മഹാഭാരത. തോമസ് ട്രോട്ട്മാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത് പ്ലേസ് ദ ഗെയിം ഓഫ് ഡൈസ്. ഇത് വാരിയർ ക്ലാസ് പ്ലേസ് ദ ഗെയിം ഓഫ് ഡൈസ് എന്നാണ്. ഇത് ഡൈസ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? വാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഡൈസ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഡൈസ് അറിയാലോ നിങ്ങൾ, ത്രോ ചെയ്യുന്ന കേസ്, അതുപോലത്തെ ഒരു കേസ് ആയിരുന്നു, പ്ലേ ആയിരുന്നു എന്നാണ് പറഞ്ഞു പോകുന്നത്. സ്റ്റേക്ക് എവരിത്തിങ് ആൻഡ് കോമ്പീറ്റ് ഫോർ ഗെറ്റിംഗ് പ്രിൻസസ്. ഓക്കെ, ഇത് കോമ്പീറ്റ് ചെയ്തിരുന്നത് ഗെറ്റിംഗ് പ്രിൻസസ്, രാജാവും രാജ്ഞി, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മൾ അതൊന്നും പോണ്ട കേട്ടോ. മൾട്ടി കൾച്ചറൽ വർക്ക് സെറ്റിംഗ്സ് ഹാവ് ബീൻ അറൌണ്ട് സെഞ്ചുറീസിൽ മൾട്ടി കൾച്ചറൽ വർക്ക് സെറ്റിംഗ്സ് ചെയ്തു. ഇമിഗ്രന്റ് വർക്കേഴ്സ് ആർ ക്രോസ് നാഷണൽ ട്രേഡ് ഹാവ് എക്സിസ്റ്റഡ്. ഇമിഗ്രന്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ ക്രോസ് നാഷണൽ ട്രേഡ് എക്സിസ്റ്റ് ചെയ്തു അറൌണ്ട് ദ ഗ്ലോബ് ഫോർ സെഞ്ചുറീസ്. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഗ്ലോബ് ഫോർ സെഞ്ചുറീസിൽ ഹൗവർ ദ ഇന്റൻസിറ്റി ഓഫ് ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ചസ്, അല്ലെങ്കിൽ ഇന്റൻസിറ്റി പറയുന്നത് ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ചസ് ഹാവ് എ മോർ നോട്ടിസബിൾ എക്കണോമിക് ഇമ്പാക്ട് ഇൻ ടുഡേസ് ഗ്ലോബൽ സൊസൈറ്റി ദാറ്റ് ഇൻ ദ പാസ്റ്റ്. ഇന്നത്തെ എക്കണോമി, നോട്ടിസബിൾ എക്കണോമിക് ഇമ്പാക്ട്, ഒരുപാട് ഇമ്പാക്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഗ്ലോബൽ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ. പാസ്റ്റിൽ എന്താണ് ഒരു ഇന്റൻസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഹൗ മോർ നോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. ഇൻ പ്രീവിയസ് സെഞ്ചുറീസിലെ ദോസ് വിത്ത് റിസോഴ്സസ് ആൻഡ് മിലിറ്ററി മൈറ്റ് ഇമ്പോസ് ദെയർ വേസ് അതേഴ്സ് എന്നൊക്കെ പറഞ്ഞു പോകുന്നു. കോമ്പറ്റീറ്റീവ് ഗ്ലോബൽ എക്കണോമിക് മാർക്കറ്റ് ഡസ് നോട്ട് അലോ ഫോർ എ കമ്പനി or a nation mistreat others for long as there are competitors are potentially better options. Competitions are എന്ന് വെച്ചാൽ അതൊരിക്കലും അലോ ചെയ്യില്ല എന്നാ പറയുന്നത്. കോമ്പറ്റീറ്റീവ് ഗ്ലോബൽ എക്കണോമിക് മാർക്കറ്റ് ഡസ് നോട്ട് അലോ ഫോർ എ കമ്പനികൾ അലോ ചെയ്യുന്നില്ല. ഓർ നേഷൻ മിസ്ട്രീറ്റ് അതേഴ്സ് ഫോർ ലോങ്, ഇത് മിസ്ട്രീറ്റ് ചെയ്യുന്നു. അതേഴ്സ് ഫോർ ലോങ്, ലോങ്ങിലുള്ള അതേഴ്സ് ആണ് അത് ചെയ്തു പോകുന്നത്, മിസ്ട്രീറ്റ് ചെയ്യുന്നു. ആസ് ദർ ആർ കോമ്പറ്റീറ്റേഴ്സ് ആർ പൊട്ടൻഷ്യലി ബെറ്റർ ഓപ്ഷൻസ്. കോമ്പറ്റീറ്റേഴ്സ് എന്താണ് പൊട്ടൻഷ്യലി ഒരു ബെറ്റർ പോയിന്റ്സ് ആണ് അതിൽ എടുക്കുന്നത്. ആസ് ദർ ആർ പ്രസൻസ് ഓഫ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആസ് ഇൻക്രീസ്ഡ് ദ അക്കൗണ്ടബിലിറ്റി ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പ്രസൻസിൽ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എപ്പോഴും ഇൻക്രീസ് ആണ്. അവിടെ എന്താണ് അക്കൗണ്ടബിലിറ്റി ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ബിസിനസ് എക്സ്ചേഞ്ചസ്. അപ്പൊ ബിസിനസ്
എക്സ്ചേഞ്ചസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച്, മാസൽ സ്പോസ്. ഓക്കെ, അടുത്തത് വിസിറ്റ് നെയ്ബർഹുഡ് ആർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഒരു നെയ്ബർഹുഡ് മാർക്കറ്റ്, ഹാക്ടോർ ഷോപ്പിംഗ് സെന്ററിൽ നോട്ട് ഡൗൺ അറ്റ്ലീസ്റ്റ് 10 ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ ദ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അത് ആ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറഞ്ഞത്. മിഡിൽ ഈസ്റ്റ് ഫ്യൂ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ദ സ്പേസ് ഓഫ് സോഷ്യൽ മീഡിയ അമംഗ് ഡിഫറെന്റ് നേഷൻസിലെ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. മോണോ നാഷണലി ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് of the country Middle East, Iran, Turkey and Iraq can be considered a multinational. On the other hand, the majority of the Arabic countries option mono-national. Okay, consider mono nationality cultural exchange ആണ് ഉദ്ദേശിക്കുന്നത്. And of the countries of the Middle East, Iran, Turkey and Iraq can be considered a multinational. On the other hand, majority of the Arabic countries in that region considered it to be mono-national. When it comes to social media, there is a dominant culture. എപ്പോഴും സോഷ്യൽ മീഡിയ എന്താണ് ഡോമിനന്റ് കൾച്ചർ ആണ്, വിച്ച് ഫീഡ്സ് ദ മെയിൻ പോർഷൻ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് കോൺസിക്വൻസസ് ഇൻഫ്ലുവൻസ് അതർ സബ് കൾച്ചേഴ്സ്. എല്ലാ കൾച്ചേഴ്സിനെയും സബ് കൾച്ചേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ മെയിൻ പോർഷൻ ഓഫ് മെറ്റീരിയൽസ് ഫീഡ് ചെയ്ത് പോകുന്നത്. ഡോമിനന്റ് കൾച്ചർ ആണ് എവിടെ ഉണ്ടായിരുന്നത്, സോഷ്യൽ മീഡിയ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഫോക്കസ് ഓഫ് ഇൻഫ്ലുവൻസ് ബൈ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കൾച്ചറൽ ചേഞ്ചസ് അനുസരിച്ച് ഗ്രാജുവൽ പ്രോസസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഫോക്കൽ പോയിന്റ്സിന്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ അപ്പീൽ എവരി വൺ റാദർ ഫാസ്റ്റ്, എവരി വൺ റാദർ ഫാസ്റ്റ് ആണ്. സിനാരിയോ നമ്മൾക്ക് അറിയാലോ, നോട്ട് ഡൗൺ എന്താ പറയാ ഇതിനകത്ത് പറഞ്ഞത് റീകോൾ ഒരു ക്വസ്റ്റ്യൻ പോലെ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് റീകോൾ ഓർ അറ്റൻഡ് ഒരു പൂജ ഓർ ബർത്ത് അല്ലെങ്കിൽ ഡെത്ത് മാരേജ് റിച്വൽസ്, നോട്ട് ഡൗൺ വേരിയസ് ഗിഫ്റ്റ്, money exchange between concerned families and priests, which write a report of nature of economic and cultural exchange comparative sense. അപ്പൊ നമുക്കറിയാലോ ഒത്തിരി കൾച്ചർ ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് എന്താണ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ കൾച്ചർ, നമ്മളൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ കൾച്ചറൽ എക്സ്ചേഞ്ച് റിലേറ്റഡ് ഗ്രാജുവൽ പ്രോസസ് ആണ് എന്നൊക്കെ പറഞ്ഞു പോകണം. മോണോ നാഷണൽ കൺട്രി പല പല കൺട്രീസിലും ഓരോ രീതിയിലാണ് അല്ലെ. അപ്പൊ ഫോക്കൽ പോയിന്റ്സ് അതിനനുസരിച്ച് നമുക്ക് എന്താണ് സാധനങ്ങൾ കൊടുക്കാൻ ഫാസ്റ്റ് ആയിട്ട് എത്തിക്കാൻ പറ്റും. അപ്പൊ ഇന്നെന്ന് വെച്ചാൽ എന്താണ്, ഇന്ന് നമുക്ക് എന്താ ഇവിടെ പ്രത്യേകത, ഒരു കൺട്രീസില് ഫാക്ടറി കോൺട്രിബ്യൂട്ട് സോഷ്യൽ മീഡിയ എമംഗ് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പബ്ലിക്കിന് എന്ത് സാധനം വേണോ അതനുസരിച്ച് നമുക്ക് മറ്റേ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഇതുണ്ട്. ഓക്കെ, പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ദ പ്രോബ്ലം ഓഫ് റെജിം റേസ്ഡ് വെൻ ദ ഗവേണിംഗ് പവർ ചലഞ്ചഡ് ബൈ ക്രൈസിസ് ലെജിറ്റിമസി ആൻഡ് നാഷണൽ ഐഡന്റിറ്റി. അപ്പൊ ഒരു റേസിൽ, അതായത് ഓരോ ഗവേണിംഗ് പവറിന്റെ ഒരു പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ ചലഞ്ച് പല ക്രൈസിസ് ഉണ്ടാവാം. ലെജിറ്റിമസി, നാഷണൽ ഐഡന്റിറ്റി ബാധിക്കുന്ന രീതിയിലുള്ള ക്രൈസിസ് ഉണ്ടാവാം. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ റെഫറിംഗ് സിറ്റുവേഷൻ നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ റൈറ്റ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബൈ ക്രൈസിസ് ഓഫ് ലെജിറ്റിമസി വി ആർ റെഫറിംഗ് ടു ദ സിറ്റുവേഷൻ വേർ ദ റൂളിംഗ് പവർ. അപ്പൊ അതിന് വേണ്ടി ഒരു റൂളിംഗ് പവർ ഉണ്ടാവണം അല്ലെ. നമുക്കൊരു സോഷ്യൽ മാർക്കറ്റ്, നെയ്ബർഹുഡ് മാർക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമുക്കൊരു പവർ ഉണ്ടെങ്കിലാണ് ആ കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻ റെഫർ ചെയ്ത് പോകുള്ളൂ. അപ്പൊ ഇൻ ദ ഐസ് ഓഫ് ദ പബ്ലിക്കിന്റെ കണ്ണാണ് ഇത് അല്ലെ. ഈസ് ഡ്യൂ ടു ഹൗ നോ അതോറിറ്റി റൂൾ വിച്ച് യൂഷ്വലി റിസൾട്ട് ഇൻ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ സിസ്റ്റം ആൻഡ് പ്രിഫേർഡ് വൺ. അപ്പൊ റൂൾ ഇല്ലെങ്കിൽ, അതോറിറ്റി ഇല്ലെങ്കിൽ അവിടെ എന്താണ് റിസൾട്ടിന് ഒരു ഗ്യാപ്പ് വരാം. ആക്ച്വൽ സിസ്റ്റം കറക്റ്റ് ആയിട്ട് പോകില്ല. സച്ച് എ സിറ്റുവേഷൻ മൈറ്റ് ബി കോൺസിക്വൻസ് ഓഫ് നാഷണൽ ഐഡന്റിറ്റി ഓഫ് ദ പീപ്പിൾ. സിറ്റുവേഷൻസ് കോസ് ചെയ്യുന്നത് നാഷണൽ ഐഡന്റിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അപ്പൊ നമ്മുടെ ഒരു കാര്യങ്ങൾ എല്ലാത്തിനും എന്താണ് സോഷ്യൽ മീഡിയാസിന്റെ ഒരു ഡിഫറെന്റ് നേഷൻസിൽ പല രീതിയിലാണ് മോണോ നാഷണലി കൾച്ചറൽ ചേഞ്ച് ആണ് ഓഫ് ദ കൺട്രീസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് മൾട്ടിനാഷണൽ കൺസിഡർ ചെയ്യുന്നവരുണ്ട്. അറബിക് കൺട്രീസിൽ മോണോ നാഷണൽ ആണ്. When it comes to social media, there is a dominant culture which feeds the main portion of the material and consequently influences their subcultures. അതായത് എപ്പോഴും സോഷ്യൽ മീഡിയ കം ചെയ്യുന്ന ഒരു ഡൊമിനന്റ് കൾച്ചറിനെയാണ് പറഞ്ഞത്. വിച്ച് ഫീഡ്സ്, ഏതെങ്കിലും ഫീഡ്സ് ചെയ്തില്ല മെയിൻ പോർഷൻ ഓഫ് ദ മെറ്റീരിയൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കോൺസിക്വന്റ്ലി ഇൻഫ്ലുവൻസ് സബ് കൾച്ചർ, അതർ സബ് കൾച്ചേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ വന്നാൽ ആൻഡ് ഓഫ് കോഴ്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദം ഇൻ റിട്ടേൺ. അങ്ങനെ വരുമ്പോൾ അത് റിട്ടേൺ ആയിട്ട് വരും അല്ലെ. ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവർക്ക് അത് റിട്ടേൺ ആയിട്ടാണ് അത് വരുള്ളൂ. ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് ഈസ് റിലേറ്റീവ്ലി ഗ്രാജുവൽ പ്രോസസ്. കൾച്ചറൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന റിലേറ്റഡ് എന്താണ് ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്, ഒരു എഡ്യൂക്കേഷൻ ഇതാണ്. അപ്പൊ മോണോ നാഷണൽ കൺട്രീസിലെ ഇൻഫോർമേഷൻ ഫോക്കൽ പോയിന്റ്സ് വിച്ച് അപ്ലൈ എവരി വൺ റാദർ ഫാസ്റ്റ്. മോണോ നാഷണൽ കൺട്രീസ് സ്വന്തമായിട്ട് ഇതുള്ള കൺട്രീസിൽ ഫോക്കൽ പോയിന്റ്സ് എപ്പോഴും തന്നെ എവരി വൺ റാദർ പെട്ടെന്ന് കിട്ടുന്ന റാദർ ഫാസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഇനി ഹൗ ഈസ് എക്കണോമിക് ആന്ത്രപ്പോളജി, സോഷ്യോളജി സിൻസ് ദ മിഡ് 1950s two different schools പറഞ്ഞു, economic anthropology, formalism and substantivism. According to Carl Polanyi, economic can be defined formal and substantive terms എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ് കേട്ടോ.
Who influenced Karl Polanyi in this theory economic sociology? എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതും നമ്മള് Karl Polanyi is influenced greatly by the German sociologist Max Weber in his theory of economic sociology. Karl Polanyi ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രേറ്റ്ലി ജർമ്മൻ സോഷ്യോളജിസ്റ്റിന്റെ ആളാണ്. അയാളുടെ ബുക്കോ അല്ലെങ്കിൽ അയാളുടെ തിയറിയാണ് Karl Polanyi ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പൊ മാക്സ് വെബർ ഇൻ ഹിസ് തിയറി ഓഫ് എക്കണോമിക് സോഷ്യോളജി, മാക്സ് വെബറിന്റെ തിയറിയാണ് എക്കണോമിക് സോഷ്യോളജി എന്ന തിയറിയാണ് പുള്ളിക്ക് ഇൻഫ്ലുവൻസ് ആയത്. It was a later part first provide difference between formal and substantive rationality. ഇത് ലേറ്ററിൽ ആദ്യമായിട്ട് ഇത് പ്രൊവൈഡ് ഡിഫറൻസ് മനസ്സിലാക്കുന്നത് ഫോർമൽ സബ്സ്റ്റാൻറ്റീവ് റാഷണാലിറ്റിയുടെ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നത് ആരാണ്? മറ്റേ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്ത ജർമ്മൻ സോഷ്യോളജിസ്റ്റ് മാക്സ് വെബർ ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോർമലിസം ആൻഡ് സബ്സ്റ്റാൻറ്റിവിസം. എന്താണ് ഫോർമലിസം ആൻഡ് സബ്സ്റ്റാൻറ്റിവിസം? ഫോർമലിസം റിലേറ്റ്സ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ പ്രിൻസിപ്പിൾ ആണ്. Stating that these principles are universal and non-industrial economies are ഈ പ്രിൻസിപ്പിൾ യൂണിവേഴ്സൽ ആണ്. നോൺ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സിലെ സിഗ്നിഫിക്കന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റ് എക്കണോമി. അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റ് മെൽവില്ലി Heskovich said that scarcity and maximizing behavior in universal and the same means applied everywhere at different ends. അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റ് മെൽവിൽ ഹെസ്കോവിറ്റ്സ് എന്ന് പറഞ്ഞ ആള് സെറ്റ് ചെയ്ത് സ്കേഴ്സിറ്റി ദൗർലഭ്യം ഉണ്ടാവാതിരിക്കുക, മാക്സിമൈസിങ് ബിഹേവിയർ കൊണ്ടുവരിക, യൂണിവേഴ്സൽ ഒരു സെയിം മീൻ കൊണ്ടുവരിക, അപ്ലൈ എടുത്ത് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുവരിക, അച്ചീവ് ഡിഫറെന്റ് എൻഡ്, അങ്ങനെ പല രീതിയിലുള്ള എൻഡിങ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പൊ അതാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. കുറെ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സബ്സ്റ്റാൻറ്റീവ് സ്കൂൾ എന്ന് വെച്ചാൽ എക്കണോമിക് ആന്ത്രപ്പോളജിയില് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ആണ് പറയുന്നത്. വിച്ച് ഇസ് ബേസ്ഡ് ഓൺ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ വിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തിങ്സ് സ്പെസിഫിക് സൊസൈറ്റി. ഒരു സ്പെസിഫിക് സൊസൈറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അവിടുത്തെ റൂൾസ് അനുസരിച്ച് അണ്ടർസ്റ്റുഡ് അവരെ മനസ്സിലാക്കി എടുക്കാന്നൊക്കെയാണ്. ആഫ്റ്റർ ദ സ്റ്റഡിങ് ദ വേ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തിങ്സ് സൊസൈറ്റി, അണ്ടർസ്റ്റാൻഡിങ് ദിസ് പ്രിൻസിപ്പിൾ, അവിടെ സൊസൈറ്റിയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, ഇതിൽ സാധനങ്ങൾ പ്രൊഡക്ഷൻ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, അല്ലെ, അവരുടെ സൊസൈറ്റിക്ക് ബേസ് ചെയ്ത് പോവുക, അവിടുത്തെ പ്രിൻസിപ്പിൾസ് അതനുസരിച്ച് പോവുക. ന്യൂ ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഡു നോട്ട് വർക്ക് ഇൻ എക്കണോമിക് മാക്സിമൈസേഷൻ. ഈ പുതിയ ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും എന്താണ് എക്കണോമിക് മാക്സിമൈസേഷനിൽ ഇതിലേക്ക് പോകില്ല, ഡു നോട്ട് വർക്ക് ചെയ്യില്ല എന്നാണ് പറഞ്ഞു വന്നത്. ലാർജർ തിയറി വാസ് പ്രൊവൈഡ് ബൈ സബ്സ്റ്റാൻറ്റീവ്സ് ഡെവലപ്പ് പ്ലേസ്ഡ് ഫോർവേഡ് ഡെക്കിം ഫംഗ്ഷണലിസം ഡിഫറെന്റ് ഫോമാണ്. ഡെക്കിം എന്ന് പറഞ്ഞ നമ്മുടെ ഡർക്കമെയിൻ എന്ന് പറഞ്ഞ ഒരാളുടെ സബ്സ്റ്റാൻറ്റീവിസം നമ്മൾ പറഞ്ഞ പ്ലേസ്ഡ് ഫോർവേഡ് ചെയ്തിരുന്നു. ഫംഗ്ഷണലിസം ഡിഫറെന്റ് പല രീതിയിലുള്ള ഡിഫറെന്റ് ഫോം ഫംഗ്ഷണലിസം ഉണ്ട്, അത് ഫോർവേഡ് ചെയ്തു എന്നാണ് പറഞ്ഞത് കേട്ടോ. ലാർജർ തിയറിയിൽ നോട്ട് പ്രൊവൈഡ് ചെയ്യില്ല സബ്സ്റ്റാൻറ്റീവിസ്റ്റില്, ദർ പ്ലേസ്ഡ് ഫോർവേഡ് ഡെക്കിമെയിൻ ഫംഗ്ഷണലിസം. ഓക്കെ, in the views of economic shape of society mainly result individual decision. അപ്പൊ ഇതിലെന്താണ് ഇൻഡിവിജ്വൽ ഡിസിഷൻസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. ബട്ട് ഫംഗ്ഷണലിസ്റ്റ് റെപ്രസെന്റ് സൊസൈറ്റി ആസ് ആൻ ആക്റ്റീവ് ഫോഴ്സ്. ഫംഗ്ഷണലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന സൊസൈറ്റിയുടെ ആക്റ്റീവ് ഫോഴ്സ് അനുസരിച്ചിട്ടായിരിക്കും. മറ്റേത് എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ദ വ്യൂസ് ഓഫ് ഡെക്കിമീൻസ് വെർമിൻസ്. ഡെക്കിമീൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ കാര്യങ്ങളൊന്നും തോന്നുന്നുണ്ട്. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ്? Which of the following statements are correct എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Substantivism is based on experiences and formalism based on, അതിന്റെ ആൻസർ എന്താണ്? Substantivism is based on experiences and formalism based on a deductive and logical way of thinking. Substantivism based on experience base ചെയ്താണ് substantivism, and formalism based on the deductive and logical way of thinking. The deductive ചെയ്ത് logical സ്വന്തമായിട്ടുള്ള way of thinking ആണ് ബേസ് ചെയ്യുന്നത്. ഓക്കെ, laissez-faire is known as എന്താണ്? laissez-faire free market economy ആണ്. Redistribution involves redistribution, collection and redistribution of goods and services, central authority from everyone. ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടായിരിക്കണം എല്ലാവർക്കും എന്നാണ് പറയുന്നത്. ലുക്ക് ഓഫ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് റിട്ടേൺ ബൈ ഞാൻ പറഞ്ഞു മാർസൽ മോസ്. ദ ടേം എംബഡ്നെസ് മീൻസ് ദാറ്റ് എക്കണോമി ഇസ് നോട്ട് ഓട്ടോണമസ് ഫ്രം സൊസൈറ്റി. ഓട്ടോണമസ് അല്ല എക്കണോമി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി ബ്രീഫ്ലി പോളാനിയുടെ കാര്യങ്ങളൊക്കെ പിന്നെയും കൊടുക്കുന്നുണ്ട്. എന്താണ് സോഷ്യോളജിക്കൽ മീൻ ചേഞ്ച്, കമ്പയർ ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇവാലുവേഷൻ സ്ട്രക്ചറൽ ഫംഗ്ഷണലിസ്റ്റ് വ്യൂ ഓഫ് സോഷ്യൽ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റ് ഓഫ് വ്യൂ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടെ. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത് മണിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അതിലുള്ള കാര്യങ്ങളും. ഇനി റൈറ്റ് ക്രിറ്റിക് മോഡേണൈസേഷൻ ബേസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ഡിപെൻഡൻസി തിയറി ഓഫ് ഡെവലപ്മെന്റ് എന്ന കുറച്ച് പോയിന്റ് ഉണ്ട്. 10ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിറ്റിക്സ് ഓഫ് മോഡേണൈസേഷൻ തിയറി വാസ് ഒബ്സർവ്ഡ് ദാറ്റ് തിയറി വാസ് ബേസ്ഡ് faulty assumptions ആണ് about historical status. ഹിസ്റ്റോറിക്കൽ സ്റ്റാറ്റസിന്റെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. in order to people that is represented
simplification, ഒരുപാട് ഓവർ സിംപ്ലിഫിക്കേഷൻസും എഫക്ട്സ് ഓഫ് മോഡേണൈസേഷൻ ആൻഡ് ഇഗ്നോർഡ് ഇമ്പോർട്ടന്റ് വേരിയേഷൻസ് arising from cultural variation, family norms and social statuses other than age according, അതായത് ഫാമിലി സ്റ്റാറ്റസും മറ്റുള്ള സ്റ്റേജസും കാര്യങ്ങളും ഫാമിലിയുടെ ഫോംസും അനുസരിച്ചിട്ടാണ് ഇതൊരു ഈ മോഡേണൈസേഷൻ ക്രിട്ടിക് ഓഫ് മോഡേണൈസേഷൻ കാര്യം പറഞ്ഞു കേട്ടോ. അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ് ജിൽ കൊഡാഗ്നോ ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, ഈ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ജിൽ കൊഡാഗ്നോ ആണ് ക്വാഡാഗ്നോ, ഓക്കെ, വലിയ വലിയ പേരുകളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കാനാണ് പാട്. ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത സിഗ്നിഫിക്കന്റ് വേരിയേഷൻ അക്കോർഡിംഗ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾഡർ പീപ്പിൾ. ഒരു സിഗ്നിഫിക്കന്റ് വേരിയേഷനോട് എവിഡൻസ് ഉണ്ടാക്കാൻ ഡെമോൺസ്ട്രേറ്റ് പീപ്പിൾ അക്രോസ് വിത്തിൻ ഡിഫറെന്റ് സൊസൈറ്റീസ് ആൻഡ് ഓവർ ടൈം. The older people have not always been universally revered. ഈ ഓൾഡർ പീപ്പിൾ ഒരിക്കലും അല്ല എന്തിനാ യൂണിവേഴ്സിറ്റി റിവേർഡ് അല്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നു കേട്ടോ. മോഡേണൈസേഷൻ ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ഓൾഡർ പീപ്പിൾ. ഇത് മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എപ്പോഴും എന്താണ്, ചിലപ്പോൾ ചില സമയത്ത് പോസിറ്റീവ് ആണ്, ചില സമയത്ത് നെഗറ്റീവ് എഫക്ട് ചെയ്യാം ഓൾഡർ പീപ്പിൾക്ക്. The researchers have refuted modernization theory on the number of fronts. The number of fronts ഉണ്ടെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. They have challenged the inevitability and the uniformity of the effects of modernization by providing historical view. Historical view ചെയ്യുമ്പോൾ inevitability ഉണ്ടാവും, യൂണിഫോമിറ്റിയിലെ എന്തെങ്കിലും അഫക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞുകൊണ്ട്. Of the roles aged family members, ഇത് റോൾസ് എനിക്ക് ചെയ്തിരിക്കുന്നത് ഫാമിലി മെമ്പേഴ്സിനെയാണ്. ആൻഡ് ദർ പൊളിറ്റിക്കൽ ഓഫ് എക്കണോമിക് ഓഫ് എൽഡർ ഹെൽത്ത് ആൻഡ് ലോങ്ജിവിറ്റി ആൻഡ് ഓഫ് കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് ഓൾഡർ പീപ്പിൾ. കൾച്ചറൽ ആക്ടിവിറ്റീസിന് ലോങ്ങർ പീപ്പിളിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ എൽഡർ ഹെൽത്ത് ഓഫ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു പോകുന്നുട്ടോ. അപ്പൊ ഹിസ്റ്റോറിയൻസ് ആൻഡ് സോഷ്യോളജിസ്റ്റ് ഹാവ് യൂസ്ഡ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഫ്രം വെസ്റ്റേൺ കൺട്രീസ് ഓഫ് ചലഞ്ച് അസംപ്ഷൻസ് ബിൽറ്റ് ഇൻടു ദ മോഡേണൈസേഷൻ മോഡൽ. അപ്പൊ മോഡേണൈസേഷൻ മോഡലിനെ കൊണ്ട് ചിലവർക്ക് സ്യൂട്ടബിൾ ആവാൻ, ചിലർക്ക് അപ്പീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾഡർ പീപ്പിൾ അതനുസരിച്ചുള്ള ചലഞ്ച് അസംപ്ഷൻസ് ഒന്നും എടുക്കത്തില്ല. അപ്പൊ നമ്മൾ ആ മോഡേണൈസേഷൻ മോഡൽ അതനുസരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആന്ത്രപ്പോളജി ഹാവ് ഡെമോൺസ്ട്രേറ്റ് ദെയർ ആർ നോ യൂണിഫോം, ഒരിക്കലും ഒരേപോലെ ആകാൻ ആർക്കും സാധിക്കില്ല. ലീനിയർ ഔട്ട്കം ഡിറ്റർമിൻ ഏജ്ഡ് പീപ്പിൾ സ്റ്റാറ്റസ് മോഡേണൈസിംഗ് സൊസൈറ്റി. ലീനിയർ ഔട്ട്കം ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിൻ ചെയ്യില്ല ഏജ്ഡ് പീപ്പിൾസ് ഒരിക്കലും അതനുസരിച്ചുള്ള മോഡേണൈസ് ആയിട്ടുള്ള ഇതിലേക്ക് പോകില്ല. അപ്പൊ പല പല ഓൾഡർ ജനങ്ങളാണ് താമസിക്കുന്നത്, അവർക്ക് ഓവർ ആയിട്ടുള്ള എഫക്ട്സ് ഒന്നും മോഡേണൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. ഫാമിലി പ്രശ്നങ്ങൾ, കൾച്ചറൽ വേരിയേഷൻസ് ഒക്കെ അതിലുണ്ടാക്കാം. ഓക്കെ, അതൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ന്യൂ എക്കണോമിക് സോഷ്യോളജി, പുതിയ എക്കണോമിക് സോഷ്യോളജി എന്താണ്? എക്കണോമിക് സോഷ്യോളജി സ്റ്റഡീസ് ആർ സോഷ്യൽ കോസ് ആൻഡ് എഫക്ട് ഓഫ് വേരിയസ് എക്കണോമിക് ഫിനോമിന. പലതരത്തിലുള്ള എക്കണോമിക് ഫിനോമിന ഉണ്ട്, അതിലെല്ലാം എന്ത് ചെയ്യും എക്കണോമിക് സോഷ്യൽ സ്റ്റഡി, സോഷ്യൽ എന്താണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ എല്ലാം ഇതിൽ പെടുന്നതാണ്. ക്ലാസിക്കൽ പീരീഡ് ആസ് വെൽ ആസ് കണ്ടംപററി എക്കണോമിക് സോഷ്യോളജി. ഇതിലെ ക്ലാസിക്കൽ പീരീഡ് ആസ് വെൽ ആസ് എന്താണ് കണ്ടംപററി പീരീഡ് ഓഫ് എക്കണോമിയില് സോഷ്യോളജിയിൽ വരുന്നുണ്ട്. ഇറ്റ് കൺസിഡേഴ്സ് സോഷ്യോളജി ഓഫ് എക്കണോമിക് ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ സൊസൈറ്റി. സോഷ്യോളജി എന്താണത്? എക്കണോമിക് ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ സൊസൈറ്റി ആണ്. New economic sociology tracking questions such as the extent of which market from the basis of social inequalities. സമൂഹത്തില് ഇനിക്വാളിറ്റീസ് ആണ് ഉള്ളത് കൊണ്ട് അതിനെ കുറിച്ച് ഏത് മാർക്കറ്റാണ് ഫോം ചെയ്യുന്നതിനെ കുറിച്ച് ബേസിസ് ചെയ്ത് പോകുന്നതാണ് ന്യൂ എക്കണോമിക് സോഷ്യോളജി. സോഷ്യോളജിസ്റ്റ് ഓൾസോ സ്റ്റഡി ദ റോൾ ഓഫ് നെറ്റ്വർക്ക് ഇൻ എക്കണോമി. സോഷ്യോളജിസ്റ്റിന് ഒരു സ്റ്റഡി ചെയ്യുന്ന കാര്യമാണ് ഏതൊക്കെ നെറ്റ്വർക്ക് ആണ് എക്കണോമിയിലുള്ളത്. സ്ട്രക്ചർ ഓഫ് എക്കണോമിക് ഓർഗനൈസേഷൻ, എന്തെല്ലാം റോളാണ് കൾച്ചറൽ എക്കണോമിക് ലൈഫിലുള്ളത്, കൾച്ചറിൽ എന്തോരം മാറ്റങ്ങളുണ്ട്, എന്തെല്ലാം റോള് വേണം, ഏതൊക്കെ നെറ്റ്വർക്ക് വേണം എന്നൊക്കെ നോക്കുന്നത് സോഷ്യൽ എക്കണോമിക് സോഷ്യോളജിയിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ the concept of embeddedness was described by Grenovetter. Grenovetter ആണ് ഇതിനെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. Since that term new economic sociology became quite famous. പുതിയ എക്കണോമിക് സോഷ്യോളജി എന്നാണ് become ചെയ്തത് quite famous ആണ്. He criticizes new institutional economies have published this economic action and social structure, economic actions and social structure. The problem of embeddedness of the November 1985 കൊണ്ടുവന്നു. ആരാണ് ഇത് പബ്ലിഷ് ചെയ്തത്? ക്രിറ്റിസൈസ് ചെയ്ത ആളാരാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് പബ്ലിഷ്ഡ് ആരാണ്? കോൺസെപ്റ്റ് ഓഫ് എംബഡ്നെസ് ഗ്രെനോവെറ്ററിന്റെ ഒരു സോഷ്യോളജി തിയറിയാണ്. ഓക്കെ, ഇറ്റ്സ് ട്രൈഡ് ഹൈലൈറ്റ് ദി റോൾ ഓഫ് എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻ എക്കണോമിക് ലൈഫ്. ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സും എക്കണോമിക് ലൈഫും തമ്മിലുള്ള ഒരു ഹൈലൈറ്റ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. During the past few years there have been several developments of economic sociology. Past few years ഒരുപാട് ഡെവലപ്മെന്റ്സ് സോഷ്യോളജിയിൽ കൊണ്ടുവന്നു. ഇഷ്യൂസ് ഓഫ് വെൽത്ത്, ഓണ്ടർപ്രണർഷിപ്പ് എക്സെട്ര, ഇതെല്ലാം മാറ്റങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഇനി emergence of growth of new economy എന്ന് പറയുന്നത് institutional economies. Institutional many sociologists has been engaged in developing new institutional economies, but primarily can support microeconomists explain that social behavior and social institutions.
അതായത് മൈക്രോ എക്കണോമിക്സ് എക്സ്പ്ലെയിൻ ചെയ്തു ആര് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സിൽ. ആ മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ എന്താ സോഷ്യൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത് നോട്ട് മച്ച് commonality വിസ്താർ ബിറ്റ്വീൻ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എക്കണോമിക്സ്. ഇത് ബിറ്റ്വീൻ ചെയ്യുന്നത് പുതിയ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് ഇല്ല, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷനിസം വെബ്ലൻ. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷണലിസമായ വെബ്ലൻ ആണ് ഇതിനെ കുറിച്ച് പറഞ്ഞേക്കണം എന്നാണ് പറഞ്ഞത്. നമ്പർ ഓഫ് ന്യൂ തിയറീസ് ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ച് പുതിയ നമ്പർ ഓഫ് തിയറീസ് ഉണ്ട്. ഹെൽപ്ഡ് കോൺസെപ്റ്റ് ഓഫ് ലൈക്ക് അസിമെട്രിക് ഇൻഫർമേഷൻ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അത് കോൺസെപ്റ്റ് ലൈക്ക് ചെയ്യുന്നത് അസിമെട്രിക് ഇൻഫർമേഷൻ ആണ്, സിമെട്രിക് അല്ല ട്രാൻസാക്ഷൻ കോസ്റ്റിനെ കുറിച്ച്. ഓക്കെ, അതിന് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ വലിച്ചു നീട്ടി നമുക്ക് തീരില്ല. അപ്പൊ നമ്മൾ ന്യൂ എക്കണോമിക് സോഷ്യോളജി എന്താണെന്ന് മനസ്സിലായല്ലോ. ന്യൂ എക്കണോമിക് സോഷ്യോളജി സ്റ്റാർട്ടഡ് ഇൻ അമേരിക്കയാണ്. then it moved towards യൂറോപ്പ്. പിന്നെ towards യൂറോപ്പിലേക്ക് towards ചെയ്തു. Grenovator shifted the criticism of economics. Grenovator ആണ് എക്കണോമിക്സ് ക്രിറ്റിസിസത്തിന് ഷിഫ്റ്റ് ചെയ്തത് ഫ്രം അൺറിയലിസ്റ്റിക് നേച്ചർ ഓഫ് റാഷണാലിറ്റി ഓർ സോഷ്യലി ആൻഡ് കോണ്ടക്ച്വലൈസ്ഡ് നേച്ചർ ഓഫ് എക്കണോമിക് ബിഹേവിയർ. അപ്പൊ എക്കണോമിക് ബിഹേവിയറിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള നേച്ചറിൽ അൺറിയലിസ്റ്റിക് നേച്ചറാണ് റാഷണാലിറ്റി ഉള്ളത്. അപ്പൊ അതിൽ മാറ്റം കൊണ്ടുവരാൻ നോക്കി. ഹി ഓൾസോ സ്പോക്ക് അബൌട്ട് ദ ഫെയിലിയർ ഓഫ് എക്കണോമിക്സ് ടു ബ്രിങ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ അനാലിസിസ്. ഇതിൽ എപ്പോഴും സ്പോക്ക് ഇതൊരു ഫെയിലിയർ ആവാൻ കാരണം എന്താണ്? ഒരു ബ്രിങ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ അനാലിസിസ് ഇല്ലാത്തതുകൊണ്ട്, സോഷ്യൽ സ്ട്രക്ചർ അനാലിസിസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഫെയിലിയർ ആവണ. ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് എംബഡ്നെസ് നോൺ ടു കൗണ്ടർ ദ സ്ട്രെസ് ഓഫ് നോൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എംബഡ്നെസ് ചെയ്ത് ഇന്നോട് ടു കൗണ്ടർ എന്തുകൊണ്ടാണ് സ്ട്രെസ് കൗണ്ടർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിലേക്ക് എത്താൻ ഭയങ്കര പ്രശ്നങ്ങൾ, അതെല്ലാം അതിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. ഈ പ്ലേസ്ഡ് എ കമ്പൈൻഡ് അപ്രോച്ച് ഓഫ് പൊളാനി ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ എക്കണോമി. ഈ പൊളാനി ഈ അപ്രോച്ച് കമ്പൈൻ ചെയ്ത് പൊളാനി നെറ്റ്വർക്ക് അനാലിസിസ് ഉണ്ടാക്കി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് പുതിയ എക്കണോമിക് സോഷ്യോളജിനെ കുറിച്ച് ഒരു നെറ്റ്വർക്ക് അനാലിസിസ്. ന്യൂ എക്കണോമിക് സോഷ്യോളജി ഹാഡ് ബിക്കം പോപ്പുലർ ആസ് എ ന്യൂ സോഷ്യോളജി ഓഫ് എക്കണോമിക് ലൈഫ്. പുതിയ എക്കണോമിക് സോഷ്യോളജി ബിക്കം ചെയ്ത് എന്താണ് പോപ്പുലർ ആയി, എന്താണ് ന്യൂ സോഷ്യോളജി, പുതിയ രീതിയിലുള്ള സോഷ്യോളജി എക്കണോമിക് ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ളത്. അപ്പൊ ഇവരൊക്കെ കാരണമാണ് എന്ത് ചെയ്തോളൂ പുതിയ സൊസൈറ്റികൾ ഉണ്ടാവാൻ കാരണം. അപ്പൊ പൊളാനിയുടെ കാര്യം ഇനിയും പറഞ്ഞു പോകുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ ഡിഫറെന്റ് സ്കോളേഴ്സ് ഓഫ് എക്കണോമിക്സ് ന്യൂ എക്കണോമി. ഏതൊക്കെ കോൺട്രിബ്യൂഷൻ ആണ് ഡിഫറെന്റ് സ്കോളേഴ്സ് എക്കണോമിക് ആൻഡ് പുതിയ എക്കണോമിക് സോഷ്യോളജി കൊണ്ടുവന്നത്, ഫോളോ ചെയ്യാൻ പറഞ്ഞത് ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാൾ പൊളാനി, മാർക്ക് ഗ്രനോവേറ്റർ. കാൾ പൊളാനി വാസ് ദ വ്യൂ ഓഫ് ദ ഗവൺമെന്റ് ഹാഡ് ടു ഇമിഡിയേറ്റ് ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ബുക്ക് ചോദിക്കൂട്ടോ. ദ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ ആരുടെ ബുക്കാണ്? കാൾ പൊളാനിയുടെ ബുക്കാണ്. പൊളാനി വാസ് ഓഫ് ദ വ്യൂ ഓഫ് ദ ഗവൺമെന്റ് ഹാഡ് ടു മീഡിയേറ്റ് ടു സ്റ്റെബിലൈസ് മാർക്കറ്റ്. ഒരു മീഡിയേറ്റർ ആയിട്ട് തുടങ്ങുന്നത് പൊളാനിയാണ്. ഗവൺമെന്റിന്റെ രീതിയിൽ ഗിവ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ടു വർക്കേഴ്സിന് ഒരു സോഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുത്തു. ആൻഡ് മേക്സ് റൂൾസ് ഫോർ ഗൈഡിങ് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പ്. ഒരു ഇന്ററാക്ഷൻസ് ഉണ്ടാക്കി എടുക്കാൻ, ഒരു ഇന്ററാക്ഷൻസ് ആരായിട്ട്? സോഷ്യൽ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഒരു ഇന്ററാക്ഷൻ എടുത്തു. അങ്ങനെ വേണ്ടി ഇറക്കിയ ഒരു ബുക്കാണ് ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഒരു വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? He advocated that market creation needed states that the formation of capitalist market would produce social cause. ഇത് എന്താണ്? ഒരു സാമ്പത്തികവും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് ആര് ബിറ്റ്വീൻ കൊണ്ടുവന്നത്. 19th സെഞ്ചുറിയിൽ ഒരു സിഗ്നിഫിക്കന്റ് അറ്റംപ്റ്റ് ആണ് ഇംഗ്ലണ്ടിൽ നടന്നത്. എസ്റ്റാബ്ലിഷ് പുതിയ ന്യൂ മാർക്കറ്റ് സെന്റേർഡ് സൊസൈറ്റി. ന്യൂ മാർക്കറ്റ് സെന്റർ ചെയ്തു സൊസൈറ്റി വിത്തൗട്ട് ഹാവിംഗ് എനി ഔട്ട്സൈഡ് അതോറിറ്റി. വേറെ ഒരു അതോറിറ്റി അവിടെ വന്നിട്ടില്ല. സോ ദാറ്റ് മാർക്കറ്റ് വുഡ് ഡിസൈഡ് എവറിത്തിങ് ഓട്ടോമാറ്റിക്. മാർക്കറ്റ് എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് എവറിത്തിങ് എപ്പോഴും ഓട്ടോമാറ്റിക്കലി ആണ്. ദ മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് such mechanism that could lead to the acceptance by the socialists. The market established such പല മെക്കാനിസം വഴിയാണ് that could lead to its acceptance by the social institution. Polanyi said that it could be disastrous. In the 20th century reforms, England handing over everything to the po century that reforms in England handing in 20th century the England reforms and handing over everything to the market had led to growth fascism എന്ന് വെച്ചാൽ കുത്തക കമ്പോളം അല്ലെങ്കിൽ അവിടുത്തെ പുറമായ
ഒരു രീതിയിലുള്ള ഭരണമായിരുന്നു, വളർച്ചയായിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് അവിടെ പൊളാനി ആർഗ്യൂ ചെയ്തു എന്നാണ് എക്കണോമിക് ആക്ഷൻസിന് വേണ്ടി പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾക്ക് അതനുസരിച്ചിട്ടുള്ള ഫുഡില്ല, ഭക്ഷണമില്ല, ദാരിദ്ര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആയിരുന്നു. ഇപ്പൊ എന്താണ് ആളുകൾക്ക് അതനുസരിച്ചുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടി ആർഗ്യൂ ചെയ്ത ആളാണ് കാൽ പൊളാനി എന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പൊ അതില് റെസിപ്രോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സ്ചേഞ്ച് ഒക്കെ കൊണ്ടുവന്ന് ഈ പുള്ളിയാണ് ഇന്റഗ്രേഷൻ ചെയ്തത്, അതിന് വേണ്ടി ഫോം ചെയ്തത് എന്നൊക്കെ പറഞ്ഞോളൂ. ഓക്കെ, മാർക്ക് റെനോവേറ്റർ. ഓക്കെ, അപ്പൊ ഒരു ഫാസിസം, അപ്പൊ പൊളാനി ആർഗ്യൂ ചെയ്തു എക്കണോമിക് ആക്ഷൻസിനൊക്കെ വേണ്ടി എന്നാണ് പറഞ്ഞോണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ക്യാപിറ്റലിസം എക്കണോമിനെ എപ്പോഴും ഡിസിഷനിൽ ടേക്കിംഗ് ഡിസിഷൻസ് അപ്പോൾ സൊസൈറ്റിയിൽ അതുവരെ എന്താണ് സൊസൈറ്റി നോട്ട് ദാറ്റ് സൊസൈറ്റി ടേക്കിംഗ് ഡിസിഷൻ ഓൺ ദ എക്കണോമിക് സിസ്റ്റത്തിൽ ഡസ് നോട്ട് എംബഡ് ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാകില്ല എന്നുണ്ട് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ. പൊളാനി ഫോംസ് ഇന്റഗ്രേഷൻ കോൺസെപ്റ്റൽ ടൂൾസ് ഫോർ എക്കണോമിക് സോഷ്യോളജി ആൻഡ് ആർഗ്യൂ നാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് സ്റ്റേബിൾ. സ്വന്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് സ്റ്റേബിൾ ആവില്ല. അപ്പൊ അതനുസരിച്ചുള്ള സൊസൈറ്റി ഉണ്ടാക്കാനും അതനുസരിച്ചുള്ള ഒരു പ്രൊവിഷൻസ് കൊടുക്കാനും റെസിപ്രോസിറ്റി, അതിനെക്കുറിച്ച് 3 forms of integration for uniting, stabilizing the economy, reciprocity, distribution and exchange, 3 അവർ കൊണ്ടുവന്നത്. റെസിപ്രോസിറ്റി ലൈസ് വിത്തിൻ ഫാമിലീസ് എക്സെട്ര എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടർ മാർക്കറ്റ് ടേക്കിംഗ് ദ പ്രൈസ്, മാർക്കറ്റിൽ അതനുസരിച്ചുള്ള പ്രൈസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ നോക്കുക, റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നാണ് പറഞ്ഞത്. ബ്ലാക്ക് റെനോവേറ്റർ എന്താണ്? In 1943, in the views of Mark Renovator, the idea of economics that existing economic institutions, പുതിയ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്തു, ഹാഡ് കം അപ്പ് ദ മോസ്റ്റ് എഫിഷ്യന്റ് സൊല്യൂഷൻ. അവരെന്ത് ചെയ്യുന്നു? പുതിയ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരും. ഇറ്റ്സ് നോട്ട് കറക്റ്റ് ആൻഡ് ഫ്രോം ദ സോഷ്യോളജിക്കൽ ലീഗലി ആസ്പെക്ട് ആയിട്ടുള്ളത്, സോഷ്യോളജിസ്റ്റ് മാത്രമല്ല ലീഗലി ആയിട്ടുള്ളത്. സച്ച് ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി ടെക്നിക്സ് ഓഫ് ഓൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പൊ അതൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ റിനോവേറ്റർ കൺക്ലൂഡഡ് ദാറ്റ് പെർഫെക്റ്റ് ലേബർ മാർക്കറ്റ്, റിനോവേറ്റർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് ലേബർ മാർക്കറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ടെക്സ്റ്റ് ബുക്ക്. പെർഫെക്റ്റ് ലേബർ മാർക്കറ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ദ ഐഡിയ ഓഫ് റാഷണൽ ജോബ് സെർച്ച്, ഒരു റാഷണൽ ജോബ് സെർച്ച് ആണ്. കനോട്ട് ടെൽ അബൌട്ട് ഈവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ പീപ്പിൾ ഗെറ്റ് എംപ്ലോയ്മെന്റ്. ഒരു ചോദ്യം ഇല്ലാത്ത രീതിയിൽ, ഒരു ഇവന്റ് ഇല്ലാത്ത രീതിയിൽ ആഫ്റ്ററിൽ ജനങ്ങൾക്ക് ഒരു എംപ്ലോയ്മെന്റ്, തൊഴിൽ ഫാക്ടറീസ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പുള്ളി വിചാരിച്ചിട്ടുണ്ട്. സ്റ്റഡി അനലൈസ് സോഷ്യൽ മെക്കാനിസം വിത്ത് വിച്ച് പീപ്പിൾ ഗെറ്റ് എംപ്ലോയ്മെന്റ്. അവർക്ക് എന്ത് ചെയ്ത് ഈ പുള്ളി അനലൈസ് ചെയ്തിരിക്കുന്ന ഒരു സോഷ്യൽ ഇമ്പാക്ട് അല്ലെങ്കിൽ സോഷ്യൽ മെക്കാനിസം, എല്ലാ ജനങ്ങൾക്കും എംപ്ലോയ്മെന്റ്, തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള മെത്തേഡുകളാണ് പുള്ളി കൊണ്ട്. ബേസ്ഡ് ഓൺ സ്റ്റഡിങ്, ഈ പുള്ളി സ്റ്റഡി ചെയ്തേക്കുന്ന കാര്യങ്ങൾ പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് മാനേജർ വർക്കേഴ്സ് ഇൻ ന്യൂട്ടൺ, in which 280 people had answered question related to source of leading the new job. പുതിയ ജോബ് ഉണ്ടാകാൻ ലീഡിങ്ങിനുള്ള കാരണങ്ങൾ, അതെന്തെല്ലാം റിലേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് വേണ്ടതെന്നുള്ളത് അന്വേഷിച്ചത് ഈ പുള്ളിയാണ് കേട്ടോ. അപ്പൊ ഈ പുള്ളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇൻ ദി എംബഡൻസ് അപ്രോച്ച് ഈസ് എംഫസൈസ്ഡ് ദാറ്റ് ലെവൽ ഓഫ് ട്രസ്റ്റ് among people. ഓക്കെ, എംബഡനസ് അപ്രോച്ചില് എംബഡനസ് അപ്രോച്ച് എന്നാണല്ലോ ഈ പുള്ളിയുടെ ഇത് പറയുന്നത്. എംബഡനസ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഈ എംബഡനസ് അപ്രോച്ചില് ഇറ്റ് ഇസ് എംഫസൈസ് എ ലെവൽ ഓഫ് ട്രസ്റ്റ്. ഏതൊക്കെ എംഫസൈസ് ട്രസ്റ്റ് ഉണ്ട് പീപ്പിൾ, ജനങ്ങളുടെ ഇടയിൽ എന്താണ് ട്രസ്റ്റ് ലെവൽ ഓഫ് ട്രസ്റ്റ് ഏതൊക്കെയാണ്? ഗ്രേറ്റ്ലി അഫക്ട് സോളിഡ് പേഴ്സണൽ റിലേഷൻസ് ഇൻ ദിസ് നെറ്റ്വർക്ക്. സോളിഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ എല്ലാം കൂടി ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താവും. അപ്പൊ എത്രയൊക്കെ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, ആരുടെയൊക്കെ തിയറിയാണ് നമ്മുടെ പുതിയ ന്യൂ എക്കണോമിക് സോഷ്യോളജി ഉണ്ടാകാൻ കാരണമായതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ 2-3 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറഞ്ഞു. പൊളാനിയുടെ പറഞ്ഞു, പിന്നെ എന്താണ് കാൽ പൊളാനി പറഞ്ഞു, പിന്നെ മാർക്ക് റെനോവേറ്റർ പറഞ്ഞു, പിന്നെ പോൾ ഡി മാഗ്യോ 1951 പോൾ ഡി മാഗ്യോ വാൾട്ടർ പോൾ ഹാഡ് ഡ്രോൺ നെറ്റ്വർക്ക്സ് ത്രൂ വിച്ച് ന്യൂ റാഷണൽ കസ്റ്റംസ് get spread among organization. പുതിയ രീതിയിലുള്ള റാഷണൽ കസ്റ്റമേഴ്സ് സ്പ്രെഡ് ചെയ്തത് എങ്ങനെ ഓർഗനൈസേഷനിൽ വന്നു? പൊളിറ്റിക്കൽ നെറ്റ്വർക്ക്, പ്രൊഫഷണൽ നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് ഓഫ് ഫേംസ്. പൊളിറ്റിക്കൽ നെറ്റ്വർക്കിനെ കുറിച്ചും പ്രൊഫഷണൽ നെറ്റ്വർക്കിനെ കുറിച്ചൊക്കെ ഫോം ചെയ്ത് എങ്ങനെ ഫേംസ്, നെറ്റ്വർക്ക് ഓഫ് ഫേംസ്, പലതരത്തിലുള്ള നെറ്റ്വർക്ക് കമ്പനികൾ വന്നത് എങ്ങനെയാണെന്ന്. ഡിമാജിയോ ആർഗ്യൂഡ് ഫോർ കൾച്ചറൽ എൻഹാൻസ്. ഡിമാജിയോ
ആർഗ്യൂ ചെയ്തിരിക്കുന്നത് കൾച്ചറൽ അനാലിസിസ് ഓഫ് എക്കണോമിക് പ്രാക്ടീസ് ഹാഡ് ഹി സ്റ്റഡിഡ് സോഷ്യോ കൾച്ചറൽ കണ്ടീഷൻ. അവർ സ്റ്റഡി ചെയ്തത് എക്കണോമിക് പ്രാക്ടീസ് സാമ്പത്തികമായിട്ടുള്ള പ്രാക്ടീസിനെ കുറിച്ചും അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് സ്റ്റഡി ചെയ്തു. അണ്ടർ വിച്ച് കൺസ്യൂമേഴ്സ് എക്സ്ചേഞ്ച് വിത്ത് ദോസ് പേഴ്സൺസ് വിത്ത് ഹൂം ദേ വെയർ കണക്റ്റഡ് നോൺ മാർക്കറ്റ് റിലേഷൻസ്. ഇതൊക്കെയാണ് പറഞ്ഞോണത്. നീൽ ഫ്ലിക്സ്റ്റീൻ അല്ലെങ്കിൽ റിച്ചാർഡ് സ്വീബർഗ് ആണ് അതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ 1951 കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റഡി ദ ഫേംസ് മാർക്കറ്റ് ആസ് പെർ ദ ലാർജർ നെറ്റ്വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോക്കാം. ട്രാൻസ്ഫോർമേഷൻ കോർപ്പറേറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞത് കോർപ്പറേറ്റ് കൺട്രോൾ ഹാസ് പ്രൊവൈഡഡ് ആ ബുക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അമേരിക്കൻ ഫേംസിൽ കൊണ്ട് നീൽ ഫിൽഗിസ്റ്റീൻ എന്ന ആളാണ് ദ ട്രാൻസ്ഫോർമേഷൻ കോർപ്പറേറ്റ് കൺട്രോൾ ഹാസ് പ്രൊവൈഡഡ് newer understandings. It says that strategies of main US firms ഒരു സ്ട്രാറ്റജീസ് ആണ് US ഫേംസിൽ ഡിസൈഡ് ചെയ്യുന്ന കോൺസെപ്ഷൻ ഓഫ് കൺട്രോൾ. US കമ്പനീസിനെ ഡിസൈഡ് ചെയ്യുന്ന US ഫേംസിൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു കൺട്രോൾ ആണ്, നോട്ട് മെർലി ഇന്റർപേഴ്സണൽ നെറ്റ്വർക്ക്. ഇന്റർപേഴ്സണൽ നെറ്റ്വർക്ക് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോർപ്പറേറ്റ് കൺട്രോൾ കൊണ്ടുവന്നത് അമേരിക്കൻ ഫേംസുകളിന് വേണ്ടി കൊണ്ടുവന്നത് ആരാണ്? നീൽ ഫ്ലിക്സ്റ്റീൻ ആണ്. നീൽ ഫ്ലിക്സ്റ്റീൻ. അതൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. നീൽസ് ഫ്ലിക്സ്റ്റീൻ കൊണ്ട് സ്റ്റഡിയുടെ ഒരു ഫേമിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും അതുപോലെ ലാർജ് നെറ്റ്വർക്ക് എങ്ങനെയാണെന്നും അതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ആ വന്നത്. അപ്പൊ he said that cooperation depends greatly on specific interpersonal relations and history and also depend on the manner of configuration. ഒരു ജനങ്ങളുടെ ഇടയിൽ എന്തെല്ലാം മാനേഴ്സ് വേണം, അതിനെക്കുറിച്ച് നെറ്റ്വർക്ക് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ആ വന്നത്, ക്രിറ്റിസൈസ് ചെയ്തത്. ഓക്കെ. റിച്ചാർഡ് സ്ലൂബർഗ് 1948 വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് വെബർ. ഒരു ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ചെയ്ത വെബർ ആണ്. ആൻഡ് സ്റ്റഡീഡ് സ്ട്രക്ചേഴ്സ് ഓഫ് മാർക്കറ്റ് മോഡേൺ എക്കണോമിക് വേൾഡ്. സ്ട്രക്ചേഴ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് മോഡേൺ എക്കണോമിക് വേൾഡ് എന്നാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. This contributed a lot for economic sociology. They contributed a lot for economic sociology. Get accepted in separate field of scientific iniquities. എന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പൊ അത്രയല്ല. അപ്പൊ മോണിറ്ററി എക്സ്ചേഞ്ചസ് ബഡീസ് കൊണ്ടുവന്നത് അക്കോർഡിംഗ് ടു ഹിം മാർക്കറ്റ്സ് ആർ നോട്ട് ഓൺലി പ്ലേസസ്. മാർക്കറ്റ് ഒരു പ്ലേസിൽ അല്ല കൊടുക്കുന്നത്, ഒരു മോണിറ്ററി എക്സ്ചേഞ്ച് കൊണ്ടുവരണമെന്ന്. ബട്ട് ദിസ് ഷുഡ് മോർ കൺസിഡേർഡ് സോഷ്യൽ ഫോംസ്. പല സോഷ്യൽ ഫോംസ് കൺസിഡർ ചെയ്തിട്ടാണ് മണി എക്സ്ചേഞ്ചസിന്റെ കാര്യം, മോണിറ്ററി എക്സ്ചേഞ്ചിന്റെ കാര്യം പറഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഈ പുള്ളിയാണ്. കാര്യങ്ങളുണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നീട്ടി വലിച്ച് പോകണ്ട. അപ്പൊ അടുത്തത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എംബഡ്നെസ് ഓഫ് എക്കണോമിക് ആൻഡ് ഓൾട്ടർനേറ്റീവ് പ്രോസ്പെക്ട്സ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എംബഡ്നെസ് എങ്ങനെയാണ് എക്കണോമിക് ലൈഫിൽ, സാമ്പത്തികമായി നമ്മുടെ ജീവിത രീതിയിൽ എക്കണോമിക് ലൈഫിൽ എത്രത്തോളം മാറ്റങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. എക്കണോമിക്സോളജി ഇൻസ്റ്റിറ്റ്യൂഷൻ എക്കണോമി ബോത്ത് പ്രൊവൈഡ് ആറ്റിറ്റ്യൂഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് നിയോ ക്ലാസിക്കൽ എക്കണോമി ആണ് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയുന്നത്. ഇൻസ്റ്റഡ് ഓഫ് പ്രൊവൈഡിങ് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് പറയുന്നത്. ലാർജ് സ്കെയിൽ സോഷ്യോളജി ഹാഡ് ഇറ്റ്സ് എംഫസൈസ് ഇന്റർസെക്ഷണൽ സോഷ്യൽ, ഒരു ഇന്റർസെക്ഷണൽ ആണ് കളക്ഷൻ പറയുന്നത് കേട്ടോ. അതിനു വേണ്ടി ഒരു തോമസ് പിക്കറ്റി എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ഇൻ 21st സെഞ്ചുറി എന്ന് പറഞ്ഞു പോകുന്നത് ഡെമോഗ്രാഫിക് പ്രൊഫൈൽസ് ആണ് അതിനു വേണ്ടി സച്ച് കൺട്രീസിൽ ഉണ്ടാക്കിയത്. എക്കണോമിക് സോഷ്യലി ഷുഡ് therefore consider about result of economic process of market capitalism. economic process അതായത് സാമ്പത്തിക രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് മാർക്കറ്റിൽ കൊണ്ടുവരിക എന്നുള്ള റിസൾട്ട് ആണ് ക്യാപിറ്റലിസത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അത് കൊണ്ടുവന്നതാണ് ആക്ടിവിറ്റീസ്, മെയിൻ ആയിട്ട് കൊണ്ടുവന്ന ആക്ടിവിറ്റീസും മൾട്ടി ഡയമെൻഷണൽ സോഷ്യൽ സൈസസ് എങ്ങനെയാണ്, സ്ട്രക്ചർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിംബോളിക് കൾച്ചറൽ സോഷ്യൽ ക്യാപിറ്റൽ എന്നൊക്കെ ഉണ്ട്. അതായത് കോൺസെപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പ്രോബ്ലംസ്, സോഷ്യൽ കൺസ്ട്രക്ഷൻസ്, അതായത് എന്തെല്ലാം സോഷ്യൽ പ്രോബ്ലംസ്, ഇൻട്രസ്റ്റ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അതേപോലെ വർക്ക് ഓൺ ഹൗസിംഗ് ഇൻഡസ്ട്രി, സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ എക്കണോമി, പേസ് അറ്റൻഷൻ ഫീൽഡ് ബേസ്ഡ് കോമ്പറ്റീഷൻ ഫേംസ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് പീപ്പിൾ, ഇതൊക്കെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മെനി അറ്റംപ്റ്റ്സ് ആർ മെയ്ഡ് ഫോർ റിപ്ലേസ് എംബഡ്നെസ് ഓഫ് ഡിഫറെന്റ് പല അപ്രോച്ചുകൾ കൊണ്ടുവന്നു. പിയറി ബോർഡ്യൂ സേസ് ദാറ്റ് എംബഡ്നെസ് അപ്രോച്ച് കുഡ് നോട്ട് ഡീൽ വിത്ത് സ്ട്രക്ചറൽ ഫാക്ടേഴ്സ്. പിയറി ബോഡി എന്ന ആള് എംബഡ്നെസ് അപ്രോച്ച് കൊണ്ടു, പക്ഷേ എന്താണ് സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ഡീൽ ചെയ്യുന്നില്ല. കോൺസെപ്റ്റ് ഓഫ് ഫീൽഡ് ഫോർ എക്സ്പ്ലെയിനിങ് മാക്രോ ലെവൽ ഇഷ്യൂസ് ഓഫ് നേച്ചർ ഓഫ് എക്കണോമിക് ബിഹേവിയർ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് മാക്രോ ലെവലുള്ള ഇഷ്യൂസിനും നേച്ചർ ഓഫ് എക്കണോമിക് ബിഹേവിയറിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യം. അപ്പൊ ഈ സേസ് ദാറ്റ് പ്രൈസസ് ഓഫ് ഡിറ്റർമൈൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഫീൽഡ്. ഇതിൽ എന്താണ് ചെയ്തത്? ഒരു പ്രൈസസ് ഡിറ്റർമൈൻ ചെയ്തു. സ്ട്രക്ചർ ഓഫ് ദി ഫീൽഡിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു പ്രൈസസ് ഡിറ്റർമൈൻ ചെയ്തു. ഗീവ്സ് ദ ഒറിജിനൽ സോഷ്യോളജിക്കൽ തിയറി ഓഫ് പ്രാക്ടീസ് ചലഞ്ചിങ് ദ ക്ലാസിക്കൽ നാഷണൽ ആക്ഷൻ തിയറി. ഇത് ഒറിജിനൽ സോഷ്യോളജിക്കൽ തിയറി ആണെന്ന് പറയുന്നത്. ഇത് ഏത് തിയറിയാണ്? പ്രാക്ടീസ് ബൈ ചലഞ്ചിങ് ക്ലാസ് നാഷണൽ ആക്ഷൻ തിയറി ഒരു ഒറിജിനൽ സോഷ്യോളജിക്കൽ തിയറി ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇത്രയാണ്. പിന്നെ ലുക്ക് ബോൾട്ടാൻസ്കി ചിയപ്പല്ലോ സേസ് ദാറ്റ് ന്യൂ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന ഒരു ബുക്ക്. others discuss about political economic combined with the framework of ideology and cultural analysis നെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ.
Okay, Karl Polanyi discussed social and cultural dimensions of economy. The book Great Transformation. Polanyi conducted a great transformation conducted the market creation needs states that formation of capitalist market produce social goals. Okay, as we said, the 20th century Polanyi said that economic actions become destructive. What is the name of the book written by Mark Renovator? Mark Renovator book in the pair named Economic Action and Social Structure Problem of Embeddedness in the November 1985. Issue of the American Journal of Sociology. Highlighted played non-economic factors. The highlighted the role played by the non-economic factors of economic life. Okay. In the Richard Stewberg. Richard Stewberg was greatly influenced by Weber and went on to study changing structures of market modern economy. Market modern economic world structure as contemporary socialist, Stewberg has contributed for a lot for economic sociology. Separate field of scientific inquiry. Field should develop on framework and concept. Framework concept field develop develop the concept of interest and bandit scene of social construction. Social construction and interest develop the concept of embeddedness was formulated by concept of embeddedness in the concept of formulated wrote the book Great Transformation, Karl Polanyi. The work The New Spirit of Capitalism written by Luke Boltanski and Hugh Ciapello. Spirit Capitalism the Luke Boltanski and Hugh Ciapello. The study transformation of corporate control, Neil Filgstein. Okay, the work Capital in 21st century belongs to Thomas Piketty. And a questions in the Nokata. അത്രയാണ് ഇതിൽ പറയാനുള്ളൂ. പോൾ ഡി മാത്യു കൾച്ചറൽ അനാലിസിസ് എക്കണോമിക് പ്രാക്ടീസസ് എന്ന് പറഞ്ഞ കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് എന്നിട്ട് അപ്പൊ ഏകദേശം നമ്മുടെ ഒരു മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് 2 നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു നോക്കാം. ബട്ട് യു നോ അബൌട്ട് എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ? എന്താണ് എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ? അപ്പൊ എക്കണോമിക് ലിബറലൈസേഷൻ, എക്കണോമിക്കില് നമ്മൾ ഒരു ലിബറലൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക, ഒരേപോലെ രീതിയിൽ ഉണ്ടാക്കുക. ഓൺഗോയിങ് എക്കണോമിക് റിഫോംസ് ഇന്ത്യ സ്റ്റാർട്ട് 1991 ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1947 ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം ഇന്ത്യ സോഷ്യലിസ്റ്റ് പോളിസീസ് കൊണ്ട് 1980s പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി some reforms in 1991 after India sold 67 tons of gold of International Monetary Fund. After India 1991 ശേഷം after India sold 67 tons of gold International Monetary Fund. The government of P.V. Narasimha Rao and its finance minister Manmohan Singh started breakthrough reforms. പുതിയ റിഫോംസുകൾ സ്റ്റാർട്ട് ചെയ്തു. മോണിറ്ററി ഫണ്ടും IMF-ഉമായിട്ട് ടൈപ്പ് ഉണ്ടായി. അങ്ങനെ ഒരു വലിയ വേൾഡിലേക്ക് നമ്മൾ എത്തിച്ചേരാണ്. അപ്പൊ New neoliberal policies included opening for international trade and investment. ഒരു international trade and investment include ചെയ്തിരുന്ന neoliberal policies ആണ്. The regulation, initiation of privatization, tax reforms and inflation controlling measures. The overall direction of liberalization as things remained. എല്ലാം overall direction of liberalization overall directions things ചെയ്യുന്നത് remains ഒരേപോലെയാണ് irrespective of the ruling party, although no party has എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് പഠിച്ചു കേട്ടോ. പിന്നെ എന്താണ് 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് മാറ്റമില്ല. ഇപ്പൊ ഇന്ത്യൻ എക്കണോമി ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കൊളോണിയൽ എക്സ്പീരിയൻസ്. കൊളോണിയൽ എക്സ്പീരിയൻസ് ആണ് ഹാസ് ബീൻ ഇന്ത്യൻ ലീഡേഴ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ. ഒരു ഇന്ത്യൻ ലീഡേഴ്സിന്റെ ഒരു ഇതാണ് എക്സ്പ്ലോയിറ്റേറ്റ് ചെയ്തിട്ടുള്ള ആൻഡ് ബൈ ദ ലീഡേഴ്സ് എക്സ്പോഷർ ഫാബിയൻ സോഷ്യലിസം. ലീഡേഴ്സ് എക്സ്പോസ് ചെയ്തിരിക്കുന്നതിന് ഫാബിയൻ സോഷ്യലിസം എന്നാണ് പറയുന്നത്. പോളിസി ടെൻഡ് ടുവാർഡ്സ് പ്രൊട്ടക്ഷനിസം വിത്ത് സ്ട്രോങ് എംഫസിസ് ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നു. 1950 ആയപ്പോഴേക്കും അത് ഇലാബറേറ്റ് എഫക്റ്റീവ് നാഷണലൈസ്ഡ് ഇൻ ദ മിഡ് 1950s. എല്ലാ രീതിയിലും ഇലാബറേറ്റ് ചെയ്തു. ലൈസൻസ് ഉണ്ടായി, റെഗുലേഷൻസ് ഉണ്ടായി, കമ്പനീസ് ആക്ട് ഒക്കെ വന്നു 1956. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വന്നു 1940s. 1947 1950 ആയപ്പോഴേക്കും പോവർട്ടി കൺട്രോളബിൾ ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ടുവന്നു. ഒത്തിരി GDP റേറ്റ് കുറയ്ക്കാനും 2007 ഹയസ്റ്റ് GDP ഗ്രോത്ത് റേറ്റ് ഓഫ് 9% ആണ് ഇന്ത്യ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ എന്താണ്, ഇന്ത്യ ബിക്കം സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് മേജർ എക്കണോമി. രണ്ടാമത്തെ ഗ്രോവിംഗ് ഫാസ്റ്റസ്റ്റ് എക്കണോമിയാണ് ഇൻ ദ വേൾഡ്. നെക്സ്റ്റ് ഓൺലി ബൈ ടു ചൈന. ചൈന ഇതിനെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് മേജർ എക്കണോമിയാണ് ആര്? നമ്മുടെ ഇന്ത്യ.
An Organization for Economic Cooperation and Development, OECD report states that average growth rate പറഞ്ഞ 7.5%, double the average income in a decade. More reforms would speed up phases. Speed up ആയിട്ട് നമ്മൾ സെപ്റ്റംബർ ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മൊഡ്യൂൾ 1 ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പൊ എനിവേ പിന്നെ കുറെ ബുക്കുകളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, എനിവേ താങ്ക് യു. നെക്സ്റ്റ് ഡേ ബ്ലോക്ക് 2 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.